എന്തായാലും ഈ നവമസ്കന്ധം ആരംഭിക്കുമ്പോൾ ഭാഗവതത്തിൽ കാണാം ശ്രീ പുരാണ ലക്ഷണങ്ങളില് ഈശാനുകഥ എന്നുള്ള മഹാ ലക്ഷണം അത് പ്രതിപാദിക്കുന്നതാണ് ഈ നവമസ്കന്ധം. ഈ ചുരുക്കം പറഞ്ഞാൽ അനേകം രാജാക്കന്മാര്, ഭഗവൽ ഭക്തന്മാര്, അവരുടെ കഥ. എന്തിനാ ഈ ഭക്തന്മാരുടെ കഥ ഇങ്ങനെ കേൾക്കണം? രാജാക്കന്മാരുടെ വംശം, ഒരുപാട് രാജാക്കന്മാരുടെ വംശം അങ്ങനെ പറയുന്നുണ്ട്, അവരുടെ മകൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. ഇതെന്തിനാ ഇങ്ങനെ പറയണത്? ചിന്തിച്ചിട്ടുണ്ടോ? എനിക്ക് തോന്നി ഇത് പറയാം. അതാണല്ലോ ഞാൻ നേരത്തെ പറഞ്ഞത്, നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കാം എന്ന് പറഞ്ഞത്. അത്ര തന്നെ ഉള്ളൂ. എന്താണെങ്കിൽ നമ്മുടെ ഭാരതത്തിലുള്ള എല്ലാ മുൻപത്തെ ഭരണാധികാരികളും രാജർഷികൾ ആയിരുന്നു. അതായത് അവർക്ക് ഒരു ആധ്യാത്മികമായ കുലഗുരു ഉണ്ടായിരുന്നു. അവരുടെ നിയന്ത്രണത്തിലായിരുന്നു അവരെ രാജ്യം ഭരിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ എന്തായിരുന്നുണ്ടെങ്കിൽ അവരെല്ലാവരും വളരെ വലിയ ഭഗവത് ഭക്തന്മാരായിരുന്നു. അങ്ങനെയുള്ള ആൾക്കാരാണ് രാജർഷികൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഇവരുടെയൊക്കെ കഥ എന്താ കേൾക്കണത് എങ്കിൽ, ഇപ്പം ഇപ്പം ഞാൻ ഇവിടെ വന്നങ്ങോട്ട് ഇറങ്ങി, എന്നിട്ട് പറഞ്ഞു മുടക്കുഴ ഈ ശ്രീകൃഷ്ണ ഭഗവാന്റെ അമ്പലത്തിലേക്ക്, അവിടെ സത്രം നടക്കുന്നിടത്തേക്ക് എത്തണം. അപ്പം അതിന് ചോദിച്ച ഒരാൾ എന്താണെന്നുണ്ടെങ്കിൽ, ഈ അമ്പലത്തിൻ്റെ അടുത്ത ഗൃഹമുള്ള ഒരാൾ, നല്ലോണം ഇതിന് മുമ്പ് ഇവിടെ വന്നിട്ട് നല്ല പരിചയമുള്ള ആൾ, ഈ നാട്ടുകാരൻ. അദ്ദേഹത്തിനോടാണ് ഞാൻ ചോദിച്ചതെന്നുണ്ടെങ്കിലോ ചോദിക്കും. അപ്പോൾ അവിടെ ആ സത്രത്തിൽ പങ്കെടുക്കാനാട്ടോ പോണത്, എൻ്റെ ഒപ്പം അങ്ങോട്ട് വന്നേക്കൂ, ഞാൻ അവിടേക്കണ്ട് എത്തിക്കാം. പിന്നെ ആരോടെങ്കിലും വഴി ചോക്കേണ്ട കാര്യമുണ്ടോ? ചോക്കേണ്ട കാര്യമില്ല, ഒപ്പം അങ്ങോട്ട് പോവുക വേണ്ടു. ഇതന്നെയാണ് ഭഗവത് ഭക്തന്മാരുടെ കഥകള് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, അവരെ ആത്മാർത്ഥമായിട്ട് അനുകരിച്ചാൽ, അവരുടെ വഴി ആത്മാർത്ഥമായിട്ട് പിന്തുടർന്നാൽ, പിന്നാലെ നടക്കുക പറഞ്ഞാൽ പിന്നാലെ വെറുതെ നടക്കില്ല കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത്. യൽ ഭാവയതി തൽ ഭവേൽ എന്നത് പ്രകാരം ഭഗവാനിലേക്ക് എത്തിച്ചേരാനുള്ള സുഗമമായ മാർഗമാണ്. അതാണ് ഈ ഈശാനകഥയുടെ പ്രത്യേകത. ശ്രീ ശുകബ്രഹ്മർഷി 13 അധ്യായങ്ങളെ കൊണ്ട് സൂര്യവംശവും 11 അധ്യായങ്ങളെ കൊണ്ട് സോമവംശവും വിസ്തരിച്ചു. അതിൽ സൂര്യവംശത്തിൻ്റെ തിലകക്കുറിയായിട്ട് അവർക്ക് രാമനെ കിട്ടി, ശ്രീരാമനെ. എന്നാൽ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. രാമകഥ തുടങ്ങുന്നതിൻ്റെ മുമ്പേ എൻ്റെ എല്ലാം ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഗുരുവായൂരപ്പൻ എന്ന് പറയട്ടോ. കാരണം എന്താ വെച്ചാൽ എനിക്കെല്ലാം ഗുരുവായൂരപ്പൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ എങ്ങനെയാണ് ഈ രാമകഥ പറയേണ്ടത്. ശ്രീകൃഷ്ണ ഭഗവാന്റെ മുമ്പിൽ ആചാര്യനൊക്കെ അനുസ്മരിച്ച് കേട്ടിട്ടുള്ളൊരു കഥയുണ്ട്, ഇപ്പോൾ ഓർമ്മ വന്നത് പറയാം. ഗുരുവായൂരപ്പൻ്റെ അമ്പലത്തിൽ ആ തിരുസന്നിധിയിൽ രാമായണം വായിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ശാസ്ത്രികൾ, അദ്ദേഹം ഒരാവർത്തി കഴിഞ്ഞ് അടുത്ത ആവർത്തി ഇങ്ങനെ വായിക്കും. അങ്ങനെ ഒരു സന്ദർഭത്തിൽ അദ്ദേഹം രാമായണം വായന കഴിഞ്ഞ് വിശ്രമിക്കുന്ന സന്ദർഭം. അപ്പം അദ്ദേഹത്തിന് തോന്നി ചെറിയൊരു ഉണ്ണി വന്നു എന്നുള്ളത്. മാത്രമല്ല, ആ കയ്യിലുള്ള ആ ചൂരക്കോല് കൊണ്ട് തൻ്റെ പുറത്ത് 2 അങ്ങോട്ട് തന്നു എന്നുള്ളത്. എന്നിട്ട് പറഞ്ഞു, ഇനി ശാസ്ത്രികളെ, ഇനി അങ്ങക്ക് രാമായണം വായിക്കണം എന്നുണ്ടെങ്കിലേ ആ തൃപ്രയാറ്റ തേവരുടെ അടുത്തൊട്ടേ പോയിട്ട് വായിച്ചോളൂ എന്നുള്ളത്. അതെന്തേ? വേറൊന്നുമല്ല, ആ ഉണ്ണിയായ ഭഗവാൻ, നമ്മളെപ്പോഴും ഗുരുവായൂരപ്പനെ തൊഴുകുമ്പോൾ എന്താ കണ്ടിരിക്കണത്? നാരായണനായിട്ടുള്ള വളരെ കുറച്ച് ഭാവമേ ഉള്ളൂ. ഉണ്ണിയായുള്ള ഭഗവാൻ ഒന്നുകിൽ ഈ പറയുന്നത് പോലെ തന്നെ ഊഞ്ഞാലിരുന്ന ആടുന്ന ഭഗവാൻ, ഒരു കദളിപ്പഴവും കൈ പിടിച്ച് നിൽക്കുന്ന ഉണ്ണിയായിട്ടുള്ള ഭഗവാൻ, ഇതേ നമ്മൾ കാണുള്ളൂ. ആ ഉണ്ണിയായിട്ടുള്ള ഭഗവാനോട് രാമകഥ എങ്ങനെ പറയണം, അതും നമുക്ക് ഈ ഭഗവാൻ തന്നെ കാണിച്ചു തരുന്നുണ്ട്. യശോദയുടെ ആ അടുത്ത് ഉണ്ണിയായിട്ടിരിക്കുന്ന ഭഗവാൻ കഷ്ടിച്ചൊരു 1.5-2 വയസ്സ് പ്രായം. യശോദ ഉറക്കുകയാണ് ഭഗവാനെ. ആ ഭാഗ്യം നമുക്ക് പറഞ്ഞു തരാനുള്ള ഭാഗ്യം ഉണ്ടായത് വെല്ലുമംഗലം സ്വാമിയാരക്കാണ്. യശോദ കഥ പറഞ്ഞാലേ ആ ഭഗവാൻ ഉറങ്ങുള്ളൂ. എന്നിട്ട് യശോദ പറയുന്നുണ്ട്, രാമോ നാമ ബഭൂവ, രാമൻ എന്ന് പേരായിട്ടുള്ള ഒരു രാജാവ് ഉണ്ടായിരുന്നു. അപ്പം എന്തുണ്ടെങ്കിൽ അമ്മമാരുടെ സൂത്രം എന്താ? കഥ പറഞ്ഞു കൊടുക്കും. അപ്പം അവർ പറയും, ഉണ്ണിയായാലും വേണ്ടില്ല, കുട്ടിയായാലും വേണ്ടില്ല, മൂളണട്ടോ പറയും. എന്താ വേറൊന്നുമില്ല, മൂളൽ നിർത്തിയാൽ അമ്മമാരുറപ്പിക്കും
ഇവനല്ലെങ്കിൽ ഇവൾ ഉറങ്ങി, നീ തനിക്ക് തൻ്റെ പണിക്ക് എന്താ വെച്ചാൽ പോവാം തരണേ. അതുകൊണ്ട് എന്തുണ്ട്, ഈ യശോദയും ഇതേ സൂത്രം തന്നെയെന്ന് ഉണ്ണിയായ ഭഗവാനോട് പറഞ്ഞിട്ട് ഉണ്ണി കൃഷ്ണ മൂളണം എന്നുള്ളത് ആവാം. രാമോ നാമ ബഭൂവ അത് പറഞ്ഞപ്പോൾ പറഞ്ഞിട്ട് കൃഷ്ണൻ മൂളിയിട്ടുണ്ട്. ഇതേപോലത്തെ ഇങ്ങനെ ഓരോന്നും പറഞ്ഞിട്ട് അവസാനം എന്ത് പറഞ്ഞു എന്നുണ്ടെങ്കിൽ രാവണൻ സീതയെ അപഹരിച്ചു കൊണ്ടുപോയി എന്നങ്ങോട്ട് പറയേണ്ട താമസം അവിടുന്ന് ചാടി അങ്ങോട്ട് എണ്ണേറ്റു, ലക്ഷ്മണ എടുക്ക എൻ്റെ വില്ല് എന്നാണ് പറഞ്ഞത്. യശോദ ഞെട്ടിപ്പോയി. എന്താണെന്നുണ്ടെങ്കിൽ ഈ 2 വയസ്സുകാരൻ ലക്ഷ്മണ എൻ്റെ വില്ല് എവിടെയെങ്കിലും എടുക്കുക എന്ന് പറഞ്ഞപ്പോൾ എന്താ കാരണം? വേറൊന്നുമല്ല, ആ രാമായണ കാലത്തിലേക്ക്, ത്രേതായുഗത്തിലേക്ക് ഉണ്ണിയായ ഭഗവാനെ കൊണ്ടുപോവാൻ ആ യശോദയ്ക്ക് സാധിച്ചു. അതുതന്നെയാണ് കാരണം. അതുകൊണ്ട് എന്ത് വേണം, രാമായണം നമ്മൾ വായിക്കുമ്പോൾ, ഭാഗവതത്തിലെ ആ രാമായണം നമ്മൾ പാരായണം ചെയ്യുമ്പോൾ, നാരായണീയത്തിലെ രാമായണം 2 ദശകം വായിക്കുമ്പോൾ ഒക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, എൻ്റെ ഉണ്ണിയായ ആ ഗുരുവായൂരപ്പനായിരുന്നു പണ്ട് രാമനായിട്ട് അവതരിച്ചത്. ഇത് നമ്മൾ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം. എന്നതിന് ശേഷം വേണം രാമായണം വായിക്കാൻ. സംശയിക്കാനൊന്നുമില്ല. എത്ര തവണ വായിച്ചോളൂ പറയും. അതിന് തെളിവുണ്ടോ? തെളിവുണ്ട്. അതൊക്കെ നമ്മുടെ നാരായണീയൊക്കെ എടുത്ത് നോക്കിയാൽ കാണാം, ഇഷ്ടം പോലെ കാണാം. എന്താ വെച്ചാൽ ആ സീതാദേവിയുടെ ചൂടാരത്നം വാങ്ങിച്ചു എന്ന് മേൽപ്പത്തൂരാണ്ട് പറഞ്ഞപ്പോൾ അപ്പോൾ അദ്ദേഹം അവിടെ എന്തുണ്ടെങ്കിൽ ഒരു എന്നൊരു പ്രയോഗം ആദ്യം ചോദിച്ചുത്രേ. അപ്പോൾ ഉണ്ണിയായ ഭഗവാൻ ചോദിച്ചു എന്നാണ് ആചാര്യനൊക്കെ അനുസ്മരിക്കാറുള്ളത്, എന്തിനാ പട്ടേരി ഈ നമ്മുടെ നാരായണീയത്തിലെ ഈ അവസാനത്തെ ഒരു എന്നുള്ളത്? അതിനാ വൃത്തഭംഗം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മഹാപ്രഭു മൗലിരത്നം ദദൗ ചാ എന്ന് മേൽപ്പത്തൂരാണ് പറഞ്ഞത്. അപ്പോൾ ഉണ്ണിയായ ഭഗവാൻ തലയും താത്തിയിട്ട് കൈകൊണ്ട് ഇങ്ങനെ കാണിക്കും. നമ്മൾ മലയാളികൾ കാണിക്കുന്നുണ്ടല്ലോ, മലയാളിയാണല്ലോ ഗുരുവായൂരപ്പനും. കാരണം നമ്മുടെ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താ പറയുക, മലയാളി തന്നെ ചാവക്കാട്ടുകാരൻ എളുപ്പത്തിൽ പറയാൻ വേണമെങ്കിൽ തരണേ. അപ്പം എന്താ ഈ കൈകൊണ്ട് ഇങ്ങനെ കാണിച്ചു, എന്താ അതിനർത്ഥം? സീതാദേവിയുടെ ആ ചൂടാരത്നം എനിക്കും കൂടെ കിട്ടിയെന്നർത്ഥം. ആ മേൽപ്പത്തൂരിന് കാര്യം മനസ്സിലായി. അദ്ദേഹം എഴുതി മൗലിരത്നം ദദൗതേ, ഭഗവാന് കൊടുത്തു എന്നുള്ളത്. അപ്പം ഇതിൻ്റെ ഫലം എന്താ? ആ ഉണ്ണിയായ ഭഗവാൻ തന്നെയാണ് അന്ന് രാമനായി വന്നത് എന്ന് ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് അദ്ദേഹത്തിനെ എങ്ങനെ അനുസ്മരിപ്പിക്കണം. അത്രേ വേണ്ടൂ. എത്ര മുറ വേണമെങ്കിലും രാമായണം വായിക്കാം, ഒരു പ്രയാസം ഉണ്ടാവില്ല. ഇതന്നെയാണ് അന്ന് ഈ നമ്മൾ രാമായണ കഥ പറയുമ്പോഴും ചെയ്യേണ്ടത്. ആ ഗുരുവായൂരപ്പനാണ് അന്ന് രാമനായിട്ട് 4 ഭാവത്തിൽ അവതരിച്ചത്. ഖട്വാങ്ങൻ്റെ പരമ്പരയിലെ ദശരഥൻ എന്നുള്ള മഹാരാജാവ്, അദ്ദേഹത്തിനാകട്ടെ പുത്രന്മാരില്ല എന്നുള്ള ദുഃഖം. കഥയൊക്കെ എല്ലാവർക്കും അറിയാലോ. എന്നാലൊന്ന് നമ്മുടെ പ്രഭാഷണത്തിന് വേണ്ടിയിട്ട് ഒന്ന് അനുസ്മരിക്കാം. ആ പുത്രകാമേഷ്ടി എന്നുള്ളത് അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള, യാഗം ചെയ്ത് കിട്ടിയുള്ള പ്രസാദം ആ പത്നിമാർ സ്വീകരിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഈ ഭഗവാൻ 4 ഭാവത്തിൽ രാമ ലക്ഷ്മണ ഭരത ശത്രുഘ്നന്മാരെന്ന ഭാവത്തിൽ അന്ന് അവതരിച്ചത്. എന്നാലോ ആ വിദ്യാഭ്യാസമാകട്ടെ അന്ന് ആ വസിഷ്ഠാദികളിൽ നിന്നാണ് നേടിയത്. ഒരു ദിവസം വിശ്വാമിത്ര മഹർഷി ആ കൊട്ടാരത്തിൽ അവിടെ ചെന്നു. അപ്പോൾ ഈ വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞിട്ടുള്ള കാലം, ആ സന്ദർഭത്തിലാണ് ചെല്ലണത്. മഹാരാജാവിനെ കണ്ടു. എന്നിട്ട് അദ്ദേഹം പറയണത് എന്താണെങ്കിൽ, എനിക്ക് ഈ രാമനെയും ലക്ഷ്മണനെയും ഒപ്പം അയച്ചു തരണം. യാഗവിഘ്നകാരികളായിട്ടുള്ള രാക്ഷസന്മാരെ ഒന്ന് നിലയ്ക്ക് നിർത്താൻ വേണ്ടിയിട്ടാണ്. ഇത് പറഞ്ഞ ഉടനെ വസിഷ്ഠൻ അങ്ങേപ്പുറത്തുണ്ട്. കുലഗുരു, നമ്മൾ നേരത്തെ അനുസ്മരിച്ച ആ കുലഗുരു ആയിട്ടുള്ള വസിഷ്ഠൻ അവിടെ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് നോക്കി ദശരഥൻ. എന്നാലോ ദശരഥനാകട്ടെ ഉത്തരം പറഞ്ഞു വിശ്വാമിത്ര മഹർഷിയുടെ മുഖത്ത് നോക്കിയിട്ട്, രാമോ രാജീവലോചന എന്നുള്ളത്. എന്താ മനസ്സിലായിട്ടില്ല അല്ലേ? എളുപ്പത്തിൽ പറഞ്ഞു തരാം. രാജീവലോചനൻ പറഞ്ഞാൽ താമര കണ്ണൻ എന്നർത്ഥം. താമരയുടെ എതള് പോലെ കണ്ണുള്ളവൻ എന്ന്. ഇപ്പോൾ ഇവിടെ ദശരഥൻ തൻ്റെ ഉണ്ണിയുടെ കണ്ണിൻ്റെ വൈശിഷ്ട്യം പറഞ്ഞതാണോ? അല്ല. എന്താണ് എങ്കിൽ താമര എപ്പോഴാണ് വിടരുക? അതാണ് ഭാഗവതം പറഞ്ഞിട്ടുള്ളത്. ആർക്കാ ഭാഗവതം? മുഹുരഹോ രസികാ ഭുവി ഭാവുക. രസിച്ച് ഇങ്ങനെ കേൾക്കണവർക്കുള്ളതാണ് ഭാഗവതം. അല്ലാണ്ട് എൻ്റെ പാപം തീരണേ എന്ന് പറഞ്ഞിട്ട് ഭാഗവതം കേൾക്കേണ്ട ഒരു കാര്യമില്ല. പാപം തീർക്കണ കാര്യമൊക്കെ ഗുരുവായൂരപ്പൻ നോക്കിക്കോളും. അതിൻ്റെ കണക്കൊന്നും നമ്മൾ വെക്കേണ്ട കാര്യമില്ല. എത്ര പാപമുണ്ട്, എത്ര ജന്മങ്ങളായിട്ടുള്ളതുണ്ട്, അത് എന്താവണം എന്നുള്ളത് ഗുരുവായൂരപ്പനാണ്. നമ്മളത് പറയേണ്ട കാര്യമൊന്നുമില്ല. എങ്ങനെയാണെങ്കിൽ ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് അലോപ്പതി ഡോക്ടർമാർ ചെന്നാൽ അവർ പനിക്കുന്നുണ്ട്, അവരുടെ ടെമ്പറേച്ചർ ഉണ്ട് കേട്ടോ, 101 മീതെ ഉണ്ട്. അതുകൊണ്ട് എന്തുണ്ട്,
പ്രത്യേകമായിട്ടുള്ള മോൾ നമുക്കറിയാലോ, അവരണ്ട് എഴുതി തരും പാരാസെറ്റമോള്. ആരെങ്കിലും പ്രാർത്ഥിക്കാറുണ്ടോ ഗുളിക കയ്യിലെടുത്തിട്ട് എൻ്റെ പാരാസെറ്റമോളെ പനി ഒന്ന് കുറയ്ക്കണേന്ന്? പ്രാർത്ഥിക്കാറില്ല. അതാണ്ട് കഴിക്കും. അത് കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പണി അത് ചെയ്തോളും പറഞ്ഞേ. അതേപോലെ തന്നെയാണ് ഭാഗവതം, പിബത ഭാഗവതം രസം, അതന്നെയാണ് വേണ്ടതുള്ളത്. അതങ്ങനെ ആസ്വദിച്ചങ്ങനെ കുടിക്കൂ. പിന്നെ അതിൻ്റെ എന്താണെന്നുള്ളത് അമൃത അകത്തേക്ക് ചെന്നാൽ പിന്നെ എന്താ ഉണ്ടാവുക? അതന്നെയാണ് ഉണ്ടാവുക. അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം തന്നെ ഇല്ല. അതൊക്കെ ഗുരുവായൂരപ്പൻ നോക്കിക്കോളും. അതന്നെയാണ് ഉണ്ടായത്. ഇവിടെ രാജീവലോചനൻ പറഞ്ഞപ്പോഴോ താമരക്കണ്ണൻ എന്നുള്ള അർത്ഥമല്ല. ദശരഥൻ പറഞ്ഞ എന്താ? മഹർഷേ, താമര രാവിലെ സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ വിടരും, വൈകുന്നേരം സൂര്യാസ്തമയത്തോട് കൂടിയിട്ട് അടയും ചെയ്യും. ഇതിൻ്റെ അർത്ഥം എന്താ? വൈകുന്നേരം ആവുമ്പോഴേക്കും ഈ പറയുന്ന രാമനും ലക്ഷ്മണനും ഒക്കെ ഉറങ്ങൽ കഴിയും. രാത്രിയാണല്ലോ മഹർഷി ഈ രാക്ഷസന്മാരുടെ വരവ്. പിന്നെ ഇപ്പം ഈ ഉറങ്ങണ ഉണ്ണികളെയും കൊണ്ട് പോയിട്ട് അങ്ങക്ക് ഇപ്പം എന്താ കാര്യം എന്നാണ്. ഇതാണ് ചോദിച്ചതിൻ്റെ കാര്യം. വിശ്വാമിത്രൻ മഹർഷി മനസ്സിലായി, വസിഷ്ഠന് മനസ്സിലായി. വസിഷ്ഠൻ പറഞ്ഞു ദശരഥനോട്, മഹാരാജാവെ, ഒട്ടും തന്നെ പരിഭ്രമിക്കേണ്ടതില്ല, ഇദ്ദേഹത്തിൻ്റെ പിന്നാലെ പറഞ്ഞേക്കുകയാണ് വേണ്ടത്, കുണ്ണികൾക്ക് ശ്രേയസ്സേന ഉണ്ടാവുള്ളൂ എന്ന്. പിന്നെ അങ്ങനെയാണ് ഉണ്ടായത്. മനസ്സില്ല മനസ്സോടെ എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. എന്നാലോ മഹർഷിയുടെ ഒപ്പം നടക്കുമ്പോഴാണ് ഒരു കുന്ന് കയറിയിട്ട് വേണം അങ്ങോട്ട് കടക്കാൻ. അപ്പോൾ വളഞ്ഞു പോവുകയാണ് ഈ മഹർഷി കുന്നിൻ്റെ താഴ്ഭാഗത്തോ കൂടിയിട്ട്. എന്നിട്ട് പൂർണ്ണ സമയത്ത് പറഞ്ഞു, രാമ, കുറച്ചധികം നടക്കാണ്ട് കേട്ടോ. എന്താ വെച്ചാൽ ഈ കുന്നങ്ങോട്ട് കയറി അങ്ങോട്ട് ഇറങ്ങിയാൽ എൻ്റെ ആശ്രമത്തിലേക്ക് എത്താൻ എളുപ്പമാണ്. പക്ഷേ എന്തുണ്ട് എങ്കിൽ ഇപ്പം നമുക്ക് ഈ കുന്നിൻ്റെ താഴെ മാത്രമേ പോകാൻ പാടൂ. കാരണം എന്താ? അവളെ പേടിച്ചാരും നേർവഴി നടപ്പില്ല. അപ്പോഴാണ് പറഞ്ഞത് എവള് ചോദിച്ചത്. ഈ രാമൻ ചോദിച്ചു, ഭഗവാൻ. അപ്പം തന്നെ പറഞ്ഞു താടക എന്നുള്ളത്. എന്നാൽ നമ്മുടെ തൃപ്രയാറ്റത്തേവരൊക്കെ ശ്രീരാമസ്വാമിക്ക് വല്ല വളഞ്ഞ വഴിയുണ്ടോ? അദ്ദേഹത്തിനൊക്കെ നേർവഴി മാത്രമേ ഉള്ളൂ. ഒരു വളഞ്ഞ വഴി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഇല്ല. അതിൻ്റെ ഫലമായിട്ട് എന്തായി എങ്കിലോ അന്ന് നമുക്ക് നേരിട്ട് അങ്ങോട്ട് പോവാന്ന് പറഞ്ഞു. മനുഷ്യഗന്ധം വന്നു എന്നായപ്പോൾ താടക അവളുടെ സ്വരൂപത്തിൽ വന്നിട്ടുണ്ട്. കൊടുക്കൂ രാമ ബാണം എന്നായി മഹർഷി. ബാണൻ കൊടുത്തു. താടകയെ അന്ന് ആ മഹാപ്രഭു വധിച്ചു. ആ സിദ്ധാശ്രമത്തിലെത്തി. എന്തിനാ കൊണ്ടുപോയത് എങ്കിൽ അന്നത്തെ കാലത്ത് അറിയപ്പെടുന്ന ആയുധ ശസ്ത്ര വിദ്യാഭ്യാസ കേന്ദ്രമായിരുന്നു വിശ്വാമിത്ര മഹർഷിയുടെ സിദ്ധാശ്രമം. അവിടെ കൊണ്ടുപോയിട്ടാണ് ഭഗവാന്മാർക്ക് ദിവ്യങ്ങളായിട്ടുള്ള അസ്ത്രശസ്ത്രങ്ങളും മന്ത്രങ്ങളും അന്ന് ഉപദേശിച്ചത്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇനി തിരിച്ച് അയോധ്യയിലേക്ക് മിഥില വഴിക്ക് പോവാം എന്നായി മഹർഷി. അതിനും കാരണമുണ്ട്. അങ്ങനെ മിഥിലയിലേക്ക് ചെന്നപ്പോഴാണ് ജനക രാജാവ് വളരെ ഗംഭീരമായിട്ട് അന്ന് സ്വീകരിച്ചൊക്കെ ഇരുത്തി കഴിഞ്ഞപ്പോൾ ഇപ്പം ജനകന് തോന്നി കഷ്ടയെ എന്നുള്ളത്. അതിപ്പോൾ എന്താ ഒരു കഷ്ടയെ തോന്നാൻ? വേറൊന്നുമില്ല. ജനകൻ ഒരു സത്യം ചെയ്തിട്ടുണ്ട്. തൻ്റെ കയ്യിലൊരു ശൈവചാപുണ്ട്. ആ ശൈവചാപം ആരാണോ ഇപ്പോൾ അതിൽ ഞാണേറ്റുന്നത്, ആ ഞാണേറ്റുന്ന ആളൊക്കെയാണ് തൻ്റെ മകള് സീതയെ കൊടുക്കുള്ളൂ എന്നുള്ളത്. ഇപ്പം ജനകൻ വിചാരിക്കണം എന്താ വെച്ചാൽ, താൻ അങ്ങനെ അന്നൊരു സത്യം ചെയ്തില്ലായിരുന്നു എങ്കിൽ ഇപ്പം ഈ രാമന് കൊടുക്കായിരുന്നു. കാരണം എന്താ വെച്ചാൽ അത്ര ചേർച്ചയാണ് ഈ രാമനും സീതയും കൂടി അദ്ദേഹം ഇങ്ങനെ മനസ്സിലിങ്ങനെ കാണുമ്പോഴേ. ഇപ്പം ഇദ്ദേഹം ആ ചാപം കൊലയ്ക്കാൻ പറ്റിയില്ലെങ്കിലോ? ഇതൊക്കെ ചിന്തിച്ചിട്ടാണ് അദ്ദേഹം കഷ്ടയേ എന്ന് തോന്നിയത്. എന്നാൽ ഈ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് പറഞ്ഞു. എന്നാൽ അപ്പോഴാണ് ചോദിക്കണത് വിശ്വാമിത്ര മഹർഷി, ഉണ്ണി രാമ എന്താ ചോദിക്കണത്? വില്ലെടുക്കാമോ കുലയ്ക്കാമോ എന്നൊക്കെയാണ് ചോദിക്കണത്. ശ്രമിച്ചു നോക്കാം മഹർഷി ഒന്ന് നമസ്കരിച്ചിട്ടുണ്ട്. എന്നതിന് ശേഷമാണ് ആ ചാപത്തിൻ്റെ അടുത്തേക്ക് അങ്ങോട്ട് ചെന്നത്. അപ്പോൾ എന്താ കഥ എടുത്തുകൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. തൃശതോമനീതം 300 ചില്ലാനം കൂടുതൽ ആൾക്കാരാണത്രേ ആ ഒരു ശൈവ ചാപം കഷ്ടിച്ചെങ്ങനെയൊക്കെയോ ഏറ്റി കൊണ്ടുവന്ന് വെച്ചത്. എന്താണെങ്കിൽ ഇപ്പോൾ ആ മട്ടുപ്പാവിലുള്ള പ്രത്യേകിച്ച് രാജധാനി ദശരഥൻ്റെ കൊട്ടാരത്തിൽ, ജനകൻ്റെ കൊട്ടാരത്തിലുള്ള ആ എല്ലാ മഹിളകൾക്കും ഇപ്പം ഇടയ്ക്കിടയ്ക്ക് കണ്ടു രസിക്കാനുള്ളൊരു വിനോദം. കാരണം എന്ന് വെച്ചാൽ അനേകം രാജകുമാരന്മാർ വരും. ചില ആൾക്കാർ വില്ല് പൊന്തിക്കാൻ നോക്കും. അതോട് കൂടിയിട്ട് എന്തായി, വില്ലിൻ്റെ അടിയിൽപ്പെട്ട് ചില ആൾക്കാരൊക്കെ അംഗഭംഗങ്ങൾ വരും. ചില ആൾക്കാർ ഈ വില്ല് കണ്ട ഒന്ന് തൊട്ട് തലയിൽ വെച്ച് നമസ്കരിച്ചു പോവും. ഇത്രയൊക്കെയാണ് അവരെ കൊണ്ടാവുന്നുള്ളൂ. എന്നാൽ ഈ വില്ലാണ് അന്ന് ഈ എല്ലാവരും നോക്കിക്കൊണ്ട് നിൽക്കെ അന്ന് പുംസാം ലോചന നന്ദനായിട്ടുള്ള ആ ശ്രീരാമ മഹാപ്രഭു ഇടത്തെ കൈ കൊണ്ടെടുത്ത് അങ്ങോട്ട് പൊന്തിച്ചു.
എന്നതിന് ശേഷം വലത്തെ കൈകൊണ്ട് അതിലൊന്ന് ഞാണേറ്റാൻ നോക്കുകയുണ്ടായുള്ളൂ. പിന്നെ ഫലമായിട്ടോ വിൽ ഇടിവെട്ടിയിടും വണ്ണം വിൽമുറിഞ്ഞൊച്ച കേട്ടു നടുങ്ങി രാജാക്കന്മാർ ഉരകങ്ങളെ പോലെ. എത്ര ഗംഭീരായിട്ടാണ് അദ്ദേഹം, മലയാള ഭാഷയിലാണ് എന്നുണ്ടെങ്കിലും ഗംഭീരായിട്ടാണ് ആശയം അദ്ദേഹം നമുക്ക് കാട്ടിത്തരണത്. ഇതിൻ്റെ എന്താ കാണിക്കണത്? ഭഗവാൻ അനുഗ്രഹിച്ച മലയാളം സംസ്കൃതം ഒന്നും ഇല്ല. ഏത് ഭാഷ വേണമെങ്കിലും ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചാൽ അത് നാവിൻ്റെ തുമ്പ് കൂടെ ഇങ്ങോട്ട് വരും, അത്ര തന്നെ, വേറൊന്നും ഇല്ല ഇതിൽ കാര്യം. അപ്പം എന്തായി? അദ്ദേഹം പറയണു, എപ്പോഴാണ് ഈ ഇടിവെട്ടുക? മഴക്കാറ് കണ്ടാൽ ഇടിവെട്ടുണ്ടായാൽ സംശയിക്കാനില്ല, മഴക്കാറുണ്ടാവും. അപ്പോഴോ അദ്ദേഹം അങ്ങേപ്പുറം പറയുന്നുണ്ട്, മൈഥിലി മയിൽ പേട പോലെ സന്തോഷം പൂണ്ടാൾ. അപ്പം ഇതെല്ലാം കണ്ടുകൊണ്ട് മട്ടുപ്പാവിൽ സീതാദേവി ഉണ്ടായിരുന്നു. സീതാദേവിക്ക് ഇതെന്താ അദ്ദേഹം അങ്ങനെ പറഞ്ഞത്? മഴക്കാറ് പോലെ നീലമേഘശ്യാമള കോമളനായിട്ടുള്ള ആ ശ്രീരാമ മഹാപ്രഭുവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ മഴക്കാറ് കണ്ടാൽ മയിലുകൾക്ക് സംശയിക്കാനില്ല, ഇടിവെട്ടും കൂടിയും കേട്ടാൽ അവ നൃത്തം ചെയ്യാൻ തുടങ്ങും. സീതാദേവി ശരിക്കും അന്ന് അവിടെ തുള്ളിച്ചാടി തന്നെയാണ് സന്തോഷം കൊണ്ട്. ഇതിൻ്റെ ഫലമായിട്ടോ അന്ന് ഗംഭീരമായിട്ട് 4 കതിർമണ്ഡപങ്ങളാണ് അന്ന് ഒരുക്കിയത്. ആ 4 കതിർമണ്ഡപങ്ങളിൽ 4 കുമാരന്മാര്, അതുപോലെ തന്നെ 4 രാജകന്യകമാര്, വളരെ ഗംഭീരമായിട്ടാണ് അന്ന് ആ വിവാഹം എല്ലാം ഉണ്ടായത്. വരഗൃഹ പ്രവേശം എന്നായി. അതായപ്പോഴാണ് വേറൊരു രാമൻ്റെ വരവ്. അതാരാ? പരശുരാമൻ. ഇനിയിപ്പോൾ ഇതാ വരാൻ പോണേ ഉള്ളൂ എൻ്റെ കഥയൊക്കെ. അപ്പോഴാണ് പറയണത്, പരശുരാമൻ ഇവിടെ വന്നിട്ടുണ്ട്, മുമ്പിൽ അവിടെ നിന്നു. എന്നിട്ടാണ് ചോക്കണത്, ആരാണ് എൻ്റെ ഗുരുനാഥൻ്റെ, അതായത് പരശുരാമൻ്റെ ഗുരുനാഥൻ മഹാദേവൻ്റെ ഈ ശൈവചാപം പൊട്ടിച്ചത് എന്നാണ് ചോക്കണത്. അപ്പം അദ്ദേഹം പറഞ്ഞു, ആരാണോ ചോദിച്ചപ്പോൾ നമ്മളൊക്കെ പറഞ്ഞ പോലെ തന്നെ, എന്നോട് ഇപ്പോൾ ആരാ ചോദിച്ചാൽ ഞാൻ എൻ്റെ പേരാണല്ലോ ആദ്യം പറയുക. നിങ്ങളായാലും അങ്ങനെ ഉണ്ടാവുക, നമ്മൾ ആരാ ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം പേര് പറയും. അപ്പം അദ്ദേഹം പറഞ്ഞു, രാമൻ. ഇനി കുറച്ചുകൂടി വിസ്തരിച്ച് പറയാം മഹർഷി, ദാശരഥി രാമൻ എന്ന്. അപ്പം ചോദിച്ചു അവിടെ നിങ്ങളുടെ എന്താ വെച്ചാൽ കലങ്ങിയ കണ്ണായിട്ടാണ് അങ്ങനെ ഗർവ് മാത്രമല്ല കോപം, ഇത് രണ്ടും കൂടിയിട്ടാണ് പരശുരാമൻ ചോദിക്കണത്, ഞാൻ ഒഴിഞ്ഞുണ്ടോ രാമൻ ഈ ത്രിഭുവന തിങ്കൽ എന്ന്. അപ്പോൾ ഉണ്ട്, ഞാൻ ദാശരഥി രാമനാണ് ഇവർ. അങ്ങനെയാണ് എങ്കിൽ എൻ്റെ കയ്യിലൊരു വൈഷ്ണവ ചാപമുണ്ട്, ആ ചാപം ഒന്ന് കൊലയ്ക്കാൻ പറ്റുമോ എന്നാ ചോദ്യം. ഒന്ന് ശ്രമിച്ച് നോക്കാട്ടോ എന്നായി. എന്താ വളരെ എളുപ്പത്തിൽ ആ വൈഷ്ണവമായ ചാപം എടുത്തു, അതിൽ ഞാണേറ്റിയിട്ടുണ്ട്, അതിൽ അമ്പങ്ങട് വെച്ചു. അപ്പോഴാണ് പറയണത്, ദാശരഥി രാമൻ ഞാണേറ്റിയാൽ അതിൽ അസ്ത്രം തൊടുക്കും, അസ്ത്രം തൊടുത്താൽ മഹർഷി ലക്ഷ്യം ഭേദിച്ചിട്ടേണ് ഇന്നേ വരെ രാമൻ്റെ അസ്ത്രം ഉണ്ടായിട്ടുള്ളൂ എന്നാണ്. അപ്പോഴാണ് ഈ അങ്ങേപ്പുറത്ത് നിൽക്കുന്ന രാമൻ ഈ രാമൻ ആരാണ് എന്ന് മനസ്സിലായത്. അപ്പോൾ ആ രാമന് ഈ രാമൻ ആരാന്ന് മനസ്സിലായി. അപ്പം വേഗം തന്നെ പറഞ്ഞു, ഞാൻ അനേകം ക്ഷത്രിയന്മാരെ നശിപ്പിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇനിയും രാവണ കുംഭകർണാദികൾ ബാക്കിയുണ്ട്, അതിൻ്റെയൊക്കെ കാര്യം അവിടുന്ന് നോക്കില്ലേ എന്നാണ്. തൻ്റെ ആ മൂലസ്വരൂപമായിട്ടുള്ള ഭഗവാനെ ആണ് അന്ന് പരശുരാമൻ ദർശിച്ചത്. പരശുരാമൻ ഒരു അംശാവതാരാണെന്നാണ് ആചാര്യന്മാർ അനുസ്മരിക്കാറുള്ളത്. ഇന്നേ വരെ താൻ നേടിയിട്ടുള്ള എല്ലാ തപസ്സുകളും ആയുധ അസ്ത്രശസ്ത്രങ്ങളും എല്ലാം തന്നെ അന്ന് രാമബാണത്തിന് അദ്ദേഹം സമർപ്പിച്ചിട്ടുണ്ട്. പിന്നീട് എവിടെയും ആ പരശുരാമൻ ആയുധമെടുത്തു എന്ന് കാണില്ല. അതുകൊണ്ടാണ് മേൽപ്പത്തൂര് പറഞ്ഞ് സിന്ധും സ്രുവക്ഷേപണാൽ, സ്രുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോമം ചെയ്യുന്നവർക്ക് മഹർഷിമാർക്ക് ഒഴിച്ചുകൂടാൻ പാടാത്തതാണ് സ്രുവം എന്നുള്ളത്, നെയ്യ് കോരി ഒഴിക്കാനുള്ള ഒരു ഉപകരണം. അത് എറിഞ്ഞിട്ടാണ് നമുക്ക് കേരളം അദ്ദേഹം ഉണ്ടാക്കി തന്നത് എന്നാണ്. ആയുധമെടുത്തു എന്ന് അവിടെയും പറഞ്ഞു കാണുന്നില്ല. കാരണം ഇതന്നെയാവാം എന്നാണ് മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ഗംഭീരമായിട്ട് ശൈവചാപം പൊട്ടിച്ചിട്ടാണ് സീതാദേവിയെ സ്വീകരിച്ചത് എങ്കിൽ ആ വൈഷ്ണവചാപത്തിൽ ഞാനേറ്റി പരശുരാമൻ്റെ ഗർവ് പൊട്ടിച്ചിട്ടാണ് വരഗൃഹ പ്രവേശം അയോധ്യയിലേക്ക് അന്ന് പ്രവേശിച്ചത്. സീത രാമന്മാരോട് കുറച്ചു കാലം അവിടെ സുഖമായിട്ട് വാണു. പിന്നീടാണ് ഇവിടെ കാണാൻ നമുക്ക് അച്ഛൻ്റെ വാക്ക് സത്യമാക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം 14 കൊല്ലം ആ വനവാസത്തിന് പുറപ്പെട്ടു എന്നുള്ളത്. അതാണ് ഗുരുവർത്ഥേ ത്യക്ത രാജ്യ. എന്താ ഈ ഓരോ പദത്തിൻ്റെയും അർത്ഥം എത്ര ചോദിച്ചാൽ അറിയില്ല കേട്ടോ.
കാരണം എന്താ വെച്ചാൽ ഇപ്പം തന്നെ സമയം 3 മണിയാവാനാണ് പോണത്. പിന്നെ ഇപ്പം എന്താ പറയണത് രാമായണം? ഗു എന്നുള്ള അർത്ഥം എന്താണ് എങ്കിൽ ഗുരുനാഥൻ, നമ്മുടെ പിതാവ്. എളുപ്പത്തിൽ പറയാം, കാരണം എനിക്ക് രാമായണ കഥ അറിയാന്നുള്ളത് കൊണ്ട് എളുപ്പത്തിൽ പറയണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം നമ്മുടെ ഓരോരുത്തരുടെയും ആദ്യത്തെ ഗുരു ആരാ? സംശയിക്കാനൊന്നുമില്ല, നമ്മുടെ പിതാവ് തന്നെയാണ് നമ്മുടെ ഗുരു. ആ ഗുരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം? അനേകം അർത്ഥങ്ങൾ ഗുരു എന്നുള്ള ആ പദത്തിനുണ്ട്. ഗു എന്നുള്ള ആ ഒരു ശബ്ദത്തിന് തന്നെയുണ്ട് അനേകം അർത്ഥങ്ങൾ. എളുപ്പത്തിൽ പറഞ്ഞാൽ ഈശ്വരനിലേക്ക് നമ്മളെ ആദ്യമായിട്ട് നയിച്ചത് ആരാണോ അദ്ദേഹം, അത് തന്നെയാണ് നമ്മുടെ പിതാവ്. അദ്ദേഹമാണ് ഗുരു. ഒരുത്തരുടെയും പിതാവാണ് ആദ്യത്തെ ഗുരു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടുള്ള ഗുരുക്കന്മാരെല്ലാവരും ഉണ്ടാവണുള്ളൂ. അതാണ് ഗുരുവർത്തേ ത്യക്തരാജ്യ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്താണെങ്കിൽ ത്യക്തരാജ്യ എന്നുള്ളത് അനേകം, ഇന്നത്തെ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ കോടിക്കണക്കിന് ഐശ്വര്യങ്ങളുള്ളതാണ് അയോധ്യ. എന്താപ്പം ഉണ്ടായിരിക്കണത്? ഒരു ദിവസം വൈകുന്നേരം ആവുമ്പോഴേക്കും അയോധ്യയിലത്തെ രാജാവായിട്ട് അഭിഷേകം കഴിക്കാമെന്ന് പറഞ്ഞിട്ടുള്ള, എന്താ നമ്മുടെയൊക്കെ ഭാഷയിൽ എളുപ്പത്തിൽ പറഞ്ഞാൽ നോമിനേറ്റഡ് ആയിട്ടുള്ളതെന്നുണ്ട് പറഞ്ഞാൽ എളുപ്പത്തിലാണ് മനസ്സിലാവും. എന്നിട്ടോ ഇപ്പം എന്താ കേൾക്കണ 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അയാൾക്ക് സീറ്റില്ല അത്രയെന്ന്. അതന്നെയല്ലേ ഇപ്പം ഉണ്ടായത്. കസാര ഇല്ലയെന്ന്. അതന്നെയാണ് കസാര വേറൊന്നുമില്ല, അനിയൻ. അതന്നെ ഉണ്ടായത്. ഇതിപ്പോൾ എന്താ? കഥയൊക്കെ അറിയാം, അതുകൊണ്ടാണ് അങ്ങനെ പറയണത് കേട്ടോ. മന്ധര ഒക്കെ അറിയാലോ കാര്യങ്ങളൊക്കെ. എന്നിട്ടോ നമ്മളൊറ്റ ആവണ്ടേയിരുന്നു. ഇന്ന് എന്താ ഉണ്ടാവുക? ബസ്സിലൊരു ഇരിക്കണ സീറ്റ് ഇല്ലാണ്ട് ഇവിടുന്നായാൽ തന്നെ എന്തുണ്ടാവും? ആലോചിച്ചാൽ മതി. ഈ ഭാഗവതം വായിക്കണം, നാരായണീയം വായിക്കണം, നാമം ജപിക്കണം, നമ്മുടെയൊക്കെ ഭാവം എന്താവും എന്നുള്ളത്. എന്നാലോ ഒരു ഭാവഭേദവും അന്ന് അദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ല. സുവ്രത, സുമുഖ, മനോഹര, ജിതക്രോധ. ഇത് രാമന് മാത്രമേ പറ്റുള്ളൂ. ഒരു ലേശം ഒരു ക്രോധത്തിൻ്റെ ഉണ്ടായിട്ടില്ല. കാരണം എന്താ? അയോധ്യയിലെ തനിക്ക് നീക്കി വെച്ചിട്ടുള്ള ആ സർവ്വവിധ ഐശ്വര്യങ്ങളും സ്ഥാനമാനങ്ങളുമാണ് 1 മണിക്കൂർ നേരം കൊണ്ട് അങ്ങോട്ട് ഇല്ലാണ്ടാവണത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കേണ്ടതായിരുന്നു, ഇല്ലേ? നമ്മുടെ ഈ എന്താ പറയണ്ടത്, പറയാണ്ടിരിക്കുക കേട്ടോ ഭേദം. നമ്മളായിട്ടൊന്നും ചെയ്തിട്ടില്ല. അച്ഛനോ അച്ഛൻ്റെ അച്ഛനോ മുത്തച്ഛനോ കൈയിട്ട കുറച്ച് ഭൂമി. ഇനിയിപ്പോൾ ആലോചിച്ചാൽ മതി എന്താ ഉണ്ടാവണമെന്നുള്ളത്. ഇത്ര തന്നെ ഞാൻ പറയേണ്ടേ ഉള്ളൂ. ബാക്കിയൊക്കെ ആലോചിക്കുക. മനോഹര, ജിതക്രോധ, സുമുഖ, സുന്ദര, എന്തൊക്കെ ഉണ്ടാവുക നമ്മുടെ മുഖങ്ങൾ എന്നുള്ളത് കണ്ണാടിയിലൊക്കെ ഒന്ന് പോയി നോക്കേണ്ടതാണ്. തമ്മിൽ സഹോദരന്മാരൊക്കെ ഒന്ന് വർത്തമാനം പറഞ്ഞു കഴിഞ്ഞിട്ട് ഇങ്ങനെയൊക്കെയാണോ എന്നുള്ളത്. അപ്പം കാണാം അതിൻ്റെ രസം എന്താന്നുള്ളത്. ഇതന്നെയാണ് രാമനും നമ്മളും തമ്മിലുള്ള വ്യത്യാസം. എന്നാൽ ഒരു പ്രയാസം അദ്ദേഹത്തിന് ഉണ്ടായില്ല. ത്യക്തരാജ്യ. അങ്ങനെ ആ കാട്ടിലേക്ക് അങ്ങോട്ട് പോയി. അങ്ങനെ കുറച്ചു കാലം അവിടെ എന്തായി? ഗംഭീരായിട്ട് അവിടെ കാട്ടിൽ അങ്ങനെ നടന്നു. അങ്ങനെ കാട്ടിൽ കഴിയുന്ന സന്ദർഭത്തിലാണ് രാത്രിയിൽ ഈ സീതാദേവി ആ കാല് അങ്ങനെ തലോടി കൊടുക്കും. ആരൊക്കെ? ഈ മഹാപ്രഭുവിന്. കാല് തലോടുമ്പോൾ എന്തുണ്ട്? കാലങ്ങോട്ട് വലിക്കും. അപ്പോൾ സീത തലോടൽ നിർത്തും. സീതയുടെ കണ്ണിന്ന് വെള്ളം വരും. സീതയ്ക്ക് മനസ്സിലാവും എന്തേ അദ്ദേഹത്തിൻ്റെ ആ കാല് തലോടിയപ്പോൾ കാല് വലിച്ചത്. വേറൊന്നുമല്ല, ഇവിടെ പറയുന്നുണ്ട് പത്മപൽഭ്യാം വ്യചരധനുവനം പത്മപൽഭ്യാം പ്രിയായ പാണിസ്പർശാക്ഷമാഭ്യാം. സീതാദേവിയുടെ മാതളപ്പൂവിനെക്കാട്ടിലും മൃദുലമായ താമരപ്പൂവിൻ്റെ വിടരുമ്പുണ്ടാവും സുഗന്ധം വമിക്കുന്ന കൈകളെ കൊണ്ട് ആ ശ്രീരാമ മഹാപ്രഭുവിൻ്റെ കാല് തലോടി കൊടുത്തപ്പോൾ കാല് വലിച്ചു. കാരണം എന്താ വെച്ചാൽ ആ കാട്ടിൽ കൂടെ നടക്കുമ്പോൾ കൂർത്ത കല്ലും മുള്ളും കൊണ്ടിട്ട് ഈ താമര ആ പൂവിനെക്കാട്ടിലും മൃദുലമായ ചമന്ന തൃപ്പാദങ്ങളിൽ എവിടെയായിട്ട് ആ പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാട്ടുകൂടെ നടക്കുമ്പോഴേ ഇതിനെ ഫലമായിട്ടാണ് കാലിങ്ങനെ വലിക്കണത്. തലോടൽ നിർത്തും. അത് കഴിഞ്ഞാൽ വീണ്ടും പതുക്കെ തലോടും. വീണ്ടും ഇതുപോലെ തന്നെ കാല് വലിക്കും. അങ്ങനെ കഷ്ടിച്ച് ഈ ഉറങ്ങിന്ന് ഉറപ്പായി കഴിഞ്ഞാൽ എന്തുണ്ട്? സീതാദേവി ഇനി തനിക്കൊന്ന് ഉറങ്ങാം എന്ന് വിചാരിച്ച് അങ്ങോട്ട് ഉറങ്ങും. എന്നാലോ സീതയ്ക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഉറങ്ങുക. വേറൊന്നുമില്ല. ഞാൻ ഉറപ്പ് പറയാം,
ഞാൻ എൻ്റെ ഗുരുവായൂരപ്പനെ ഉറങ്ങാൻ സമ്മതിക്കുകയില്ല. അതെന്താ? എൻ്റെ കാര്യമാണ്, ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടല്ലോ. കാരണം വേറൊന്നുമല്ല, ഗുരുവായൂരപ്പനോട് പറഞ്ഞു, ഗുരുവായൂരപ്പ 10:30 മണി ഞാൻ ഉറങ്ങട്ടോ, ഉണ്ണി ഉറങ്ങിക്കോളൂ പറഞ്ഞ് കടന്നു കഴിഞ്ഞാൽ അപ്പോഴാണ് എനിക്ക് വിളിക്കേണ്ടി വന്നു വെച്ചാലോ, ഞാൻ ഉറങ്ങാട്ടോ, 2:30 മണിക്ക് അഹസ് പറഞ്ഞ് വാകച്ചാർത്താവുമ്പോൾ ഞാൻ വരാം. വല്ല കാര്യമുണ്ടോ? ഒരൊറ്റ തവണയാണ് ഗുരുവായൂരപ്പൻ പറയണ്ടു, എന്താ, ഞാൻ ഉറങ്ങുകയാണ്, അല്ലെങ്കിൽ എനിക്കിപ്പോൾ തിരക്കാണ്, ഇപ്പം നീ വിളിച്ചാൽ വരാൻ പറ്റില്ല, നന്നെ എൻ്റെ അനുഗ്രഹിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ആളെന്ന് കാണാൻ 4 മണിക്കൂർ ക്യൂ ഒന്നും ഗുരുവായൂരുണ്ടാവില്ല. ഉറപ്പന്നെയാ കാര്യം. അതുകൊണ്ട് എന്തുണ്ട്, ഞാൻ എൻ്റെ ഗുരുവായൂരപ്പനെ ഉറങ്ങാൻ സമ്മതിക്കില്ല. എപ്പോഴാണ് വിളിക്കേണ്ടി വരിക എന്നറിയില്ല നമുക്ക്. കാരണം നമ്മുടെ കഥ എന്താ, ഉത്തരക്ഷണ ജീവനെ എന്നാണ്. അടുത്ത നിമിഷം എന്താണെന്ന് പറയാൻ പറ്റുമോ? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഒരാൾക്കും പറയാൻ പറ്റില്ല. അതുകൊണ്ട് എന്തുണ്ട്, നമ്മളിങ്ങനെ പറയാം ഇന്നതാണ് ഇന്നതാണ് എന്നൊക്കെ എന്നല്ലാതെ അടുത്ത ക്ഷണം എന്താ എന്നറിയാത്ത മർത്യനായിട്ടുള്ള, മർത്യൻ പറഞ്ഞ മരണം ശീലിച്ചവൻ ആയിട്ടുള്ള നമ്മൾക്ക് അടുത്ത ക്ഷണം എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഇപ്പം എന്തുണ്ട്, ഈ ശ്രീരാം മഹാപ്രഭു അതെ സീതാദേവിക്ക് വേണ്ടിയിട്ട് അന്ന് ഉറങ്ങിയിട്ടുണ്ട്. സീതയും എന്തുണ്ട് അപ്പോൾ ഉറങ്ങിയിട്ടുണ്ട്. എന്നാലോ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്തായി എന്നുണ്ടെങ്കിൽ സീത മനസ്സിലാക്കി, ഏത് സീത ആരാ? ലക്ഷ്മിയാണ് സീതയായിട്ട് വന്നിട്ടുള്ളത്. സീത ആ ലക്ഷ്മിയാണ് സീതയായത്. നമ്മൾ പറയുന്ന സീത ലക്ഷ്മി ആയപ്പോ എന്തായി, ആ ദേവി ഉറപ്പിച്ചു ഇനി താൻ കൈകൊണ്ട് തലോടേണ്ടതില്ല എന്നുള്ളത്. ഇപ്പം എന്തേ ചെയ്യുള്ളൂ, ഭഗവാന്റെ ആ പാദം തലോടി കൊടുക്കും. കയ്യിൽ നിന്ന് വരുന്ന ഒരു ശോഭ കൊണ്ടാണത്രേ ആ ഭഗവാന്റെ പാദം അങ്ങനെ തലോടി കൊടുക്കുക. ശേഷപര്യങ്കത്തില് ഗുരുവായൂരപ്പൻ അങ്ങനെ പത്മനാഭ ആ സ്വാമിയായിട്ട് അങ്ങനെ പ്രകാശിക്കുമ്പോൾ ആ പാദം മഹാലക്ഷ്മി ശ്രീധരാ ശ്ലിഷ്ടപാർശ്വം, ഇതാണ് ഗുരുവായൂരപ്പൻ്റെ ആ ധ്യാനത്തിൻ്റെ സമ്പ്രദായം. ഒരു ഭാഗത്ത് മഹാലക്ഷ്മിയും മറ്റേ ഭാഗത്ത് ഭൂമിദേവിയും. ആ മഹാലക്ഷ്മി പാദം ഭഗവാന്റെ പാദത്തിൽ കൈ കൊള്ളില്ല, ആ മെയ്ത എങ്ങനെ തലോടേ ഉള്ളൂ. ആ കാന്തി വിശേഷം കൊണ്ടാണ് അദ്ദേഹം അങ്ങോട്ട് ഉറങ്ങണത്. അത് ഉറപ്പിച്ചു അന്ന്. അപ്പം എന്തായി, പത്മപൽഭ്യാം പ്രിയായ പാണി സ്പർശാക്ഷമാഭ്യാം, അങ്ങനെ എന്തായി, ആ സീത തലോടൽ നിർത്തി. അപ്പം വീണ്ടും തലോടി കൊടുക്കും, രാമൻ അങ്ങനെ ഉറങ്ങും. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഇപ്പം എന്തായിട്ടുണ്ട്, ആ ചിത്രകൂടത്തിൽ സുഖമായിട്ട് വസിക്കുന്നുണ്ട്. ആ സന്ദർഭത്തിലാണ് ദശരഥ മഹാരാജാവിൻ്റെ വിയോഗം അന്ന് അറിയാൻ സാധിച്ചത്. കാട്ടിൽ വെച്ച് ചെയ്യാവുന്ന ജലോദകം അതായത് ക്രിയകളെല്ലാം തന്നെ അന്ന് ഭഗവാൻ തൻ്റെ പിതാവിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. ആ സന്ദർഭത്തിലാണ് രാമനില്ലാത്ത രാജ്യം തനിക്ക് വേണ്ട, താൻ രാജ്യം ഭരിക്കണില്ല എന്നും പറഞ്ഞ ഭരതൻ അദ്ദേഹത്തിനടുത്തെത്തിയത്. അന്ന് തൻ്റെ പാതുകങ്ങൾ കൊടുത്തിട്ടാണ് അദ്ദേഹത്തിനെ സമാധാനിപ്പിച്ചത്. ഈ ഗുരുവായൂരപ്പൻ രാമനായപ്പോൾ ആ ശ്രീകൃഷ്ണ ഭഗവാൻ ഗുരുവായൂരപ്പൻ ശ്രീകൃഷ്ണനായി വന്നപ്പോൾ ഒരാളക്കും കൂടി തൻ്റെ പാതുകങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതാരക്ക? ഉദ്ധവനാണ് കൊടുത്തിട്ടുള്ളത്. അത്രേ ഉണ്ടായിട്ടുള്ളൂ. വേറെ ആരക്കും അദ്ദേഹം തൻ്റെ പാതുകങ്ങൾ കൊടുത്തു എന്നുള്ളത് നമുക്ക് ഭാഗവതം നോക്കിയാൽ കാണില്ല. കാരണം ആ പാതുകങ്ങളുടെ വൈശിഷ്ട്യം തന്നെയാണ്. അത്ര സ്നേഹമുള്ളവർക്കേ അദ്ദേഹം ആ പാതുകം കൊടുത്തിട്ടുള്ളൂ. ഭരതൻ അതിൻ്റെ ഫലമായിട്ട് രാമദാസനായിട്ടാണ് അന്ന് രാജ്യം ഭരിച്ചത്. ഗോമൂത്രത്തിൽ പതിച്ച ഏതാനും മണിയവം ഭക്ഷിച്ചുകൊണ്ട് രാമപാതുകങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് എന്നാണോ ഇനി താൻ തൻ്റെ ഭഗവാൻ ശ്രീരാമൻ അയോധ്യയിലേക്ക് വരുന്നത്, അന്ന് മാത്രമേ അയോധ്യയിലേക്ക് പ്രവേശിക്കൂ എന്ന് പ്രതിജ്ഞ ചെയ്ത് അദ്ദേഹം രാമപാദങ്ങളെ സാക്ഷി നിർത്തിയെന്ന് രാജ്യം ഭരിച്ചു. എന്നാൽ മഹാപ്രഭുവാകട്ടെ അഗസ്ത്യ മഹർഷിയെ കണ്ട് വൈഷ്ണവമായിട്ടുള്ള ആ ചാപം സ്വീകരിച്ചിട്ടുണ്ട്. പഞ്ചവടിയിൽ ആ ഗോദാവതി നദീതീരത്ത് വിശ്രമിച്ചു. ആ സന്ദർഭത്തിലേക്കാണ് ഈ ശൂർപ്പണഖയുടെ വരവ്. ശൂർപ്പണഖ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം, നമുക്ക് രാമായണത്തിലത്തെ ആ കഥാപാത്രത്തിനെ കുറിച്ച്. നമ്മുടെ നാട്ടിലില്ലാത്ത ഒരാൾ, പുറം നാട്ടിലുള്ള ഒരാൾ, എളുപ്പത്തിൽ പറഞ്ഞാൽ വിദേശിയായ വനിത എന്ന് പറയാം, എളുപ്പത്തിൽ മനസ്സിലാവും. വന്നവിടെ രാമനെ കണ്ടു. നമ്മൾ നേരത്തെ പറഞ്ഞു പുംസാം ലോചന നന്ദന. എന്താ പുംസാം ലോചന നന്ദന എന്ന് പറഞ്ഞാൽ, കാണാൻ കൊള്ളാവുന്ന ഒരു പുരുഷന്റെ പിന്നാലെ സുന്ദരിയായിട്ടുള്ള സ്ത്രീകൾ പോയി എന്നുണ്ടെങ്കിൽ അത് പ്രകൃതി എന്ന് പറയാം. തിരിച്ചും
എന്നാൽ പുരുഷന്റെ പിന്നാലെ, സുന്ദരനായ പുരുഷന്റെ പിന്നാലെ പുരുഷന്മാർ പോയാലോ? അതാണ് പുംസാം ലോചന നന്ദന. ഈ ശ്രീരാമന്റെ പിന്നാലെ അന്ന് പുരുഷാരമാണ് ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ അത്ര സൗന്ദര്യം. അദ്ദേഹത്തിനെ കണ്ടപ്പോൾ എന്തായി? വിദേശിയായിട്ടുള്ള വനിത എന്ന് പറഞ്ഞ എളുപ്പത്തിൽ കാര്യമില്ല മനസ്സിലാവുന്നുള്ളതുകൊണ്ട് തന്നെ പറയണത്, ഒരു സങ്കോചം ഉണ്ടായില്ല. എന്നെ കല്യാണം കഴിക്കാൻ പറ്റുമോ എന്നങ്ങോട്ട് ചോദിച്ചു. ഇത്രേ ഉണ്ടായുള്ളൂ. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, എൻ്റെ ഒപ്പം സീത ഉണ്ട് കേട്ടോ, അങ്ങേപ്പുറത്ത് അനിയനുണ്ട് എന്നേ പറഞ്ഞുള്ളൂ. നമ്മൾ മലയാളികളുണ്ടല്ലോ, എൻ്റെ അങ്ങേപ്പുറം പറഞ്ഞില്ല പറയില്ല. അതന്നെ ഉണ്ടായത്. വേഗം ശൂർപ്പണഖ വിചാരിച്ചു, ഈ ഏട്ടൻ്റെ ആണല്ലോ അനിയൻ, മോശമൊന്നും ഉണ്ടാവില്ല. ചെന്ന് കണ്ടപ്പോൾ തോന്നി ഒട്ടും മോശമില്ല എന്ന്. ലക്ഷ്മണനെ കണ്ടപ്പോഴേ എന്താ ചോദിച്ചു, കാര്യം അങ്ങോട്ട് പറഞ്ഞു. ലക്ഷ്മണന് തോന്നി ഇങ്ങനെ സങ്കോചമില്ലാണ്ട് ഒരു പുരുഷന്റെ മുഖത്ത് നോക്കിയിട്ട് താൻ എന്നെ കല്യാണം കഴിക്കാൻ പറ്റുമോ ചോദിച്ചാൽ ഭാരതത്തിലുള്ളവരാവില്ല. ഇന്നത്തെ കാര്യമില്ല കേട്ടോ പറയണത്, അതുകൊണ്ട് എളുപ്പത്തിൽ പറയട്ടെ. പണ്ടത്തെ ഭാരതത്തിൽ തന്നെ പറഞ്ഞു ഭാരതത്തിലുള്ളവരാവില്ല എന്നുള്ളത്. അതുകൊണ്ടാണ് വിദേശ വനിത എന്ന് പറഞ്ഞത്. ചോദിച്ചു, അപ്പം പറഞ്ഞു പറ്റില്ല എന്നുള്ളത്. വീണ്ടും എന്തുണ്ട്, നമ്മൾ പറയുന്നത് പോലെ മലയാളികൾ നമ്മുടെ അല്ലേ കാര്യം. ശൂർപ്പണഖ വീണ്ടും രാമൻ്റെ അടുത്തേക്ക് തന്നെ വന്നു. രാമൻ്റെ അടുത്തേക്ക് വന്നു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ശൂർപ്പണഖേ ഒരു കാര്യം ഉണ്ട് കേട്ടോ, എന്താണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇപ്പോൾ ഏകപത്നി വ്രതം ഉണ്ട്, അതുകൊണ്ട് എന്നായി. ഇത്രേ പറഞ്ഞുള്ളൂ. വീണ്ടും തന്നെ എന്തായി, ലക്ഷ്മണൻ്റെ അടുത്തേക്ക് ചെന്നു. ലക്ഷ്മണൻ്റെ അടുത്ത് ചെന്നപ്പോൾ വീണ്ടും നീ വന്നൂലേ എന്നൊരു ചോദ്യം ഉണ്ടായുള്ളൂ. വലത്തെ കൈ ഒന്ന് പൊന്തിന് കണ്ടു, താഴത്തേക്കൊന്ന് വരുന്നും കണ്ടു. പിന്നെ എന്തുണ്ട്, ശൂർപ്പണഖയ്ക്ക് ഇപ്പം മൂക്കില്ല. അതുതന്നെയാണ് ഉണ്ടായത്. എന്നാൽ ഇത്രയൊക്കെയായി കഴിഞ്ഞപ്പോൾ എന്തായി, നമ്മുടെ മേൽപ്പത്തൂരാണെന്ന് ഈ പറയുന്ന ശൂർപ്പണഖയുടെ രക്ഷയ്ക്കെത്തിയത്. കാരണം എന്താ വെച്ചാൽ ഈ അനന്തൻ്റെ, അതായത് ലക്ഷ്മണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ എന്താ പറയേണ്ട സംഘർഷണൻ ആണ് ഇന്ന് മേൽപ്പത്തൂരായി വന്നതെന്നൊക്കെ നമ്മൾ അനുസ്മരിക്കാറുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന് തോന്നി, കഴിഞ്ഞ ജന്മത്തിൽ താൻ ലക്ഷ്മണനായി വന്നപ്പോഴാണല്ലോ മൂക്ക് കളഞ്ഞത്. നമ്മുടെയൊക്കെ കഥ ആലോചിച്ച് നോക്കൂ. മൂക്കില്ലെങ്കിൽ പിന്നെ എന്തിനാ നമ്മളെയൊക്കെ കൊള്ളുക ഇല്ലേ? എന്തൊക്കെ ഒന്നിന് വേണ്ടിയിട്ട് നമ്മൾ ഓരോ ദിവസം വിളിച്ചായാൽ എന്തൊക്കെ കൊടുക്കുന്നുണ്ട് ഐഡന്റിറ്റി കാണിക്കാൻ. മൂക്കില്ലെങ്കിൽ തിരിച്ചറിയാനാവോ? അതൊന്ന് നോക്കേണ്ടതാണ്, എന്നാലേ ഇതൊക്കെ അറിയാൻ പറ്റുള്ളൂ. ആളെന്നെ മനസ്സിലാവില്ല എത്ര തന്നെ ആയാലും. അതുകൊണ്ട് ഇപ്പം എന്തുണ്ട്, ശൂർപ്പണഖയ്ക്ക് മൂക്കില്ല. പക്ഷേ മേൽപ്പത്തൂര് എന്തായി എന്നുണ്ടെങ്കിൽ മൂക്കില്ലെങ്കിൽ എന്താ ഉണ്ടാവുക? മൂക്കില്ലെങ്കിൽ സംശയിക്കാനൊന്നുമില്ല. ഗുരുവായൂരപ്പ എനിക്ക് പറയാനുള്ളത് എൻ്റെ മൂക്ക് പോരുതേ എന്നാണ്. എന്താ വെച്ചാൽ നാരായണ എന്നുള്ള നാമം ചോദിക്കാൻ പറ്റില്ല. അനുനാസികമായിട്ടുള്ള അക്ഷരങ്ങളൊന്നും തന്നെ പറ്റില്ല. നാമ രാമ ജപിക്കാൻ പറ്റില്ല, നാരായണ ജപിക്കാൻ പറ്റില്ല. തന്നെയാണ്. അപ്പം എന്തുണ്ട്, ഗുരുവായൂരപ്പൻ തിരിച്ചേക്ക് നമ്മൾ മലയാളികൾക്കാർക്കും മൂക്ക് പോണ്ടെന്നുള്ളത്. അതുകൊണ്ട് എല്ലാവർക്കും ഇപ്പം യാതൊരു പ്രയാസവും ഇല്ല. എന്ത് വന്നാലും അംഗഭംഗം വന്നാലും മൂക്ക് പോയി എന്ന് വളരെ ദുർലഭമായിട്ടോ കേൾക്കുള്ളൂ. അത് തന്നെയാണ് എൻ്റെ കാര്യം. ഇപ്പം എന്തായി എന്നുണ്ടെങ്കിൽ അങ്ങനെ ആ ശൂർപ്പണഖയെ അന്ന് വിരൂപയാക്കി ലക്ഷ്മണൻ. ശൂർപ്പണഖ ഈ അലറിക്കൊണ്ടാണ് അന്ന് ചെന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് പറഞ്ഞു. രാമൻ്റെ ഇത് സൗന്ദര്യത്തെ പറയുന്നതിന് പകരം ശൂർപ്പണഖ വിചാരിച്ചു രാമൻ്റെ ഇതിന് മുഴുവനും കാരണം ആ സീതയാണ്, സീതയുടെ സൗന്ദര്യത്തെക്കുറിച്ചാണ് പറഞ്ഞത്. എന്നാൽ അന്ന് രാവണനാകട്ടെ ഒരു താപസവേഷം ധരിച്ച് അന്ന് മാരീചനെ സ്വർണ്ണമാനാക്കി കളിപ്പിച്ചുകൊണ്ടാണ് സീതയുടെ മുമ്പിലേക്ക് വന്നത്. ലക്ഷ്മണൻ വരച്ചു കൊടുത്തുള്ള രേഖ ലംഘിക്കേണ്ടി വന്നു എന്നതുകൊണ്ട് തന്നെ യാതൊരു പ്രയാസവും ഇല്ലാണ്ട് അന്ന് ആ രാവണന്, താപസവേഷം ധരിച്ച രാവണന് സീതയെ കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ട്. സീത ഇല്ലാത്ത രാമനെ വളരെയധികം ദുഃഖത്തോട്, പ്രകൃതി പോലും അന്ന് രാമൻ്റെ ദുഃഖം കണ്ട് വിറങ്ങലിച്ച് നിന്നിട്ടുണ്ട്. എവിടെ അന്വേഷിക്കണം എന്നറിയാത്ത ആ രാമൻ ഈ നമ്മൾ രാമായണം വായിക്കുമ്പോൾ ഓരോ സന്ദർഭത്തിലും ഓരോ ഘട്ടത്തിലുള്ള രാമൻ്റെ ഭാവങ്ങളെ നമുക്ക് ദർശിക്കാൻ സാധിക്കും. അവസാനം എന്തായി എന്നുണ്ടെങ്കിൽ ജടായുവിൽ നിന്ന് അദ്ദേഹം കാര്യം മനസ്സിലാക്കുന്നുണ്ട്. സുഗ്രീവനുമായിട്ട് സഖ്യം ചെയ്തു. ഹനുമാൻ്റെ സഹായത്തോടു കൂടിയിട്ട് അന്ന് വാനര സംഘം നാലുപാടും അന്വേഷിക്കാനായി. ഈ സന്ദർഭത്തിലാണ് മഹാപ്രഭുവിന് തോന്നി, ഹനുമാൻ നമസ്കരിച്ചു കഴിഞ്ഞപ്പോൾ ഹനുമാനെ തൻ്റെ സീതയെ കാണാനുള്ള ഭാഗ്യം ഉണ്ടാവും എന്നുള്ളത്. ഇതിൻ്റെ ഫലമായിട്ടോ അന്ന് രാമനാമ അങ്കുലീയകം ഹനുമാൻ്റെ കയ്യിൽ അദ്ദേഹം കൊടുത്തിട്ടുണ്ട്.
സമുദ്രം സമ്പാദിയിൽ നിന്നാണ് വിവരം അറിഞ്ഞത്. സമുദ്രം ലംഘനം ചെയ്ത് അദ്ദേഹം അശോകവനിയിൽ വിശ്രമിക്കുന്ന സീതാദേവിയെ കണ്ടു. കാര്യങ്ങളെല്ലാം തന്നെ ധരിപ്പിച്ചു. ഭവതി ഒട്ടും പരിഭ്രമിക്കേണ്ടതില്ല, താമസമില്ലാണ്ട് മഹാപ്രഭു വന്ന് സ്വീകരിക്കും എന്നുള്ളത്. എന്നാൽ താൻ വന്നു എന്നുള്ളത് രാവണനെ ഒന്ന് അറിയിക്കണമല്ലോ. ഇതിന്റെ ഫലമായിട്ട് എന്തായി എങ്കിൽ അന്ന് രാവണന്റെ ലങ്ക മുഴുവനും അടിച്ചു തകർത്തു. ഇതിന്റെ അങ്ങനെയാണ് എങ്കിൽ രാവണൻ ധരിച്ചു വെച്ചിട്ടുണ്ട് വാനരന്മാർക്ക് വാലിലാണ് വീര്യം എന്നുള്ളത്. അതിന്റെ ഫലമായിട്ട് എന്തായി? കൊല്ലാന്നാണ് വിചാരിച്ചത്. വിഭീഷണൻ ഇടപെട്ടു, ദൂതനെ കൊല്ലരുത് എന്നായി. അങ്ങനെ വാനരന്മാർക്ക് വാൽമേൽ ശൗര്യമാകുന്നു. അതുകൊണ്ട് വാലിനോടാണ് അപ്പം രാവണന് ശണ്ഠ. വാലിന് തീ കൊളുത്തിയിട്ടുണ്ട്. എങ്ങനെയായാലും കത്തില്ല എന്ന് വിചാരിച്ചിട്ടുള്ള തൻ്റെ ലങ്ക ചുട്ട് ഭസ്മാവണതാണ് രാവണന് കാണാൻ സാധിച്ചത്. എന്നാൽ സീതാദേവിയാകട്ടെ കണ്ട വളരെയധികം ദുഃഖിച്ചിട്ടുണ്ട്. കാരണം തന്നെ സഹായിക്കാൻ ആരൊക്കെ വരുന്നുണ്ടോ അവർക്കെല്ലാം അനേകം ദുർഘടങ്ങൾ. ഇതെന്താണ് രാമ എന്നാ ചോദിച്ചത്. കാരണം ജടായുവിന് അതുപോലെ ഉണ്ടായ കഥ സീതാദേവിക്കറിയാം. ഇപ്പതാ ഹനുമാൻ തന്നെ സഹായിക്കാൻ വന്നിട്ടുണ്ട്. ഹനുമാന്റെ വാലിൽ അതാ തീയാണ് കാണുന്നത്. ആ സീതാദേവി എന്ന് ശ്രീരാം മഹാപ്രഭുവിനോട് പറഞ്ഞിട്ടുണ്ട്, മഹാപ്രഭു ആര്യപുത്ര, എൻ്റെ ആ ശുശ്രൂഷയിൽ അങ്ങയ്ക്ക് എപ്പോഴെങ്കിലും സ്വല്പം സന്തോഷമുണ്ടായിട്ടുണ്ട് എങ്കിൽ ശീതോ ഭവ ഹനുമത, ഹനുമാന്റെ വാലിന് യാതൊരു പ്രയാസം ഉണ്ടാവരുത് എന്ന്. ഇതെപ്പോഴാണോ ആ സീതാദേവി അങ്ങോട്ട് മനസ്സിലാണ്ട് വിചാരിച്ചത്, ആ ക്ഷണത്തിലാണ് ഹനുമാന്റെ വാലില് പച്ചക്കർപ്പൂരം അരച്ച് പൊത്തിയതുപോലുള്ള തണുപ്പ് അങ്ങോട്ട് അനുഭവപ്പെട്ടത്. മാത്രമല്ല അദ്ദേഹമാകട്ടെ ലംഘഭസ്മായി എന്നായപ്പോൾ ആ വാലെല്ലാം സമുദ്രത്തിൽ താത്തി തീയെല്ലാം കിടത്തി തിരിച്ചിങ്ങോട്ട് വന്ന് ആ വൃത്താന്തം രാമനെ അറിയിച്ചിട്ടുണ്ട്. പിന്നീടാണ് ആ വാനര സംഘത്തിൻ്റെ എല്ലാം ഫലമായിട്ട് ഭഗവാൻ സമുദ്രം ലംഘനം ചെയ്തത്, സേതു ബന്ധിച്ചത്. സമുദ്രത്തിന് വന്നത് ആരാന്ന് മനസ്സിലായില്ല എന്നായപ്പോൾ, സമുദ്രദേവന് മനസ്സിലായില്ല എന്നായപ്പോഴാണ് ബാണം അങ്ങോട്ട് തൊടുത്തപ്പോൾ മനസ്സിലായത് എന്ത്, വേണ്ടി വന്നാൽ വെള്ളത്തിനും തീപിടിക്കും എന്നുള്ളത്. ഇതിൻ്റെ ഫലമായിട്ടോ അന്ന് ഇന്നൊക്കെ നമ്മൾ ഇഷ്ടംപോലെ കേട്ടിട്ടുണ്ടല്ലേ. ഇപ്പം നമുക്ക് കാണാനും സാധിച്ചിട്ടുണ്ട് പുതിയ സാങ്കേതിക വിദ്യ കൊണ്ട് രാമൻ ഉണ്ടാക്കിയിട്ടുള്ള അന്നത്തെ പാലം. അതുകൊണ്ട് എന്തുണ്ട്, ആ ഗംഭീരമായിട്ട് തന്നെയാണ് പാലുണ്ടാക്കിയത്. ലങ്കയിലെത്തി രാവണനെ അന്ന് ആ സഹോദരന്മാർ വധിച്ചിട്ടുണ്ട്. കുംഭകർണനെ, രാവണന്റെ മക്കളെ, ഇവരെല്ലാവരെയും വധിച്ചിട്ടുണ്ട്. സീതാദേവിയെ തിരിച്ചു കൊണ്ടുവന്നു. ഇത്രയും ആയപ്പോഴേക്കും 14 കൊല്ലം ആയി എന്നും പറഞ്ഞ് രാമൻ ഹനുമാനോട് പറഞ്ഞിട്ടുണ്ട്, രാമ, നാളെ സൂര്യോദയത്തിന് എൻ്റെ അനുജൻ എന്നെ കണ്ടിട്ടില്ല എങ്കിൽ അഗ്നിപ്രവേശം ചെയ്യും എന്നുള്ളതാണ്. അതുകൊണ്ട് എന്തുണ്ടായി, അന്ന് ഹനുമാൻ ചെന്നിട്ടാണ് ആ ഭരതനോട് രാമന്റെ വരവിനെ കുറിച്ച് അറിയിച്ചത്. ഹനുമാന്റെ ഒരു ഭാഗ്യം എന്താണെങ്കിൽ രാമന്റെ വൃത്താന്തം പറഞ്ഞ് സീതയെ സന്തോഷിപ്പിക്കുക, സീതാരാമന്മാരുടെ വൃത്താന്തം പറഞ്ഞ ഇപ്പതാ ഭരതനെ അദ്ദേഹം സന്തോഷിപ്പിച്ചു. അങ്ങനെ അയോധ്യയിലേക്ക് എത്തി. എന്നോ കാലത്ത് വസിഷ്ഠൻ പൂജിച്ചു വെച്ചിട്ടുള്ള 4 സമുദ്രങ്ങളിലെ ആ ജലം പൂജിച്ച വസിഷ്ഠൻ രാമനെ പട്ടാഭിഷേകം ചെയ്തിട്ടുണ്ടെന്ന്. അയോധ്യയിലെ രാജാവായി എല്ലാ ജനങ്ങൾക്കും വേണ്ടിയിട്ട് അദ്ദേഹം വാഴിച്ചു. രാമന്റെ ഭരണകാലത്ത് നാധി വ്യാധി ജരാഗ്ലാനി ദുഃഖശോകഭയക്ലമ മൃത്യുച്ഛാനിച്ഛതാമാസേദ്രാമേ രാജന്യഥോക്ഷജേ. ആധില്യ, വ്യാധില്യ, ദുഃഖല്യ, ഭയല്യ, ശോകല്യ. ദുഃഖവും ശോകമൊക്കെ എന്താണെങ്കിൽ ഇതൊക്കെ വിസ്തരിക്കണമെങ്കിൽ അനേകം മണിക്കൂറുകൾ സമയം വേണം കേട്ടോ, എന്നാലേ വിസ്തരിക്കാൻ പറ്റുള്ളൂ. തളർച്ചില്ല, എന്തിനധികം മരണം വേണ്ട എന്ന് തീർച്ചയായി കഴിഞ്ഞാൽ മരണം പോലും ഇല്ല. ഇത്രയും ആയപ്പോൾ എന്തായി എന്നുണ്ടെങ്കിൽ മരണഭയം പോലും ഇല്ലാണ്ടേ. എങ്ങനെയാണ് ഈ ഭരിച്ചത് എങ്കിൽ, മാതാപിതാക്കൾക്ക് എന്ന പോലെ രാമനും അന്ന് എല്ലാം തന്നെ മാതാപിതാക്കളെ കുട്ടികൾക്ക് എന്താ ചെയ്യുക, ഒന്നും സമ്പാദിക്കുകയൊക്കെ ചെയ്യുക ഒരു അച്ഛനമ്മമാർ. അത് കഴിഞ്ഞാലോ അതൊക്കെ തൻ്റെ മക്കളൊക്കെ തന്നെ, അല്ലാണ്ട് ആരൊക്കെ വേണ്ടിയിട്ടാ ഞാൻ ഈ വയർപ്പൊക്കെ ഒഴുക്കണത്. ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്കിന് പുരുഷന്മാരുടെ കഥ കേട്ടോ എനിക്ക് അറിയുള്ളൂ പറയാൻ. ഇതിങ്ങനെ പുരുഷന്മാർ ഇടയ്ക്കിടയ്ക്കിന് പറയും.
എന്താ നിങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് തന്നെ കുടുംബത്തിൽ ഇങ്ങനെ പറയുകയും ചെയ്യും. അതന്നെയാണ് രാമനും അതന്നെയാണ് ഉണ്ടായത്. ഒന്നും തനിക്ക് വേണ്ട. അതെന്താ വെച്ചാൽ ത്യാജിത ശ്രീ, തനിക്കൊന്നും വേണ്ട, എല്ലാം തന്നെ സ്നേഹിക്കുന്നവർക്ക് അങ്ങനെ എന്തായി? ത്യാജിത ശ്രീരാമനായി. ത്യാജിത ശ്രീരാമനായി. മനസ്സിലായിട്ടുണ്ടാവും തന്നെ വിചാരിക്കണത്. അപ്പം എന്തായി? എല്ലാം നൽകി. മക്കളൊക്കെ അച്ഛനും അമ്മയും കൊടുക്കണ പോലെ തന്നെ എല്ലാം നൽകിയിട്ടുണ്ട്. സീതയും അതുപോലെ തന്നെ ഉണ്ടായത്. ഇവിടെ കാണാം, ശുചികുബര മഹർഷി പറയുന്നു സൗമംഗല്യാവശേഷിത. മലയാളികൾ പറഞ്ഞ പോലെ കെട്ടുതാലി മാത്രമാണ് ആ ദേവിക്ക് എന്നുണ്ടായിരുന്നത്. ബാക്കിയെല്ലാം എല്ലാവർക്കും കൊടുത്തു അന്ന്. ആ ദേവി എല്ലാവർക്കും ഈ മഹാപ്രഭുവിനെ പോലെ തന്നെ കൊടുത്തു. ഇത്രയും കഴിഞ്ഞപ്പോൾ എന്തായി? അന്നൊരു ദിവസം തൻ്റെ രാജ്യത്തിലൂടെ സഞ്ചരിച്ച ശ്രീരാം മഹാപ്രഭുവിന് താൻ അന്ന് അങ്ങ് അകലെ വെച്ച് നടന്നിട്ടുള്ള അഗ്നി പരീക്ഷയിൽ തൻ്റെ പ്രജകൾക്ക് സംശയമുണ്ടെന്ന് മനസ്സിലായി. സീതയെ ഉപേക്ഷിക്കണം. ഇതന്നെയാണ് ഇപ്പം നമ്മൾക്ക് കാണാം. രാമായണം മുഴുവൻ നോക്കുമ്പോൾ രാമൻ എന്നുള്ള പുത്രൻ, രാമൻ എന്നുള്ള ഭർത്താവ്, രാമൻ എന്നുള്ള ജ്യേഷ്ഠൻ, രാമൻ എന്നുള്ള രാജാവ്, ഇവരുടെ മുഴുവനും തമ്മിലുള്ള മാനസികമായ സംഘർഷം. ആര് ജയിക്കും? രാമൻ എന്നുള്ള ഭർത്താവ് ജയിക്കുകയോ രാമൻ എന്നുള്ള രാജാവ് ജയിക്കുകയോ? ഇത് രാമായണം മുഴുവൻ നമുക്ക് എടുത്തു നോക്കിയാൽ കാണാം. അനേകം സന്ദർഭങ്ങളിൽ. അവസാനം എന്തായി എന്നുണ്ടെങ്കിൽ അന്ന് രാമനിലെ രാജാവ് ജയിച്ചു. ധർമ്മം എന്നുള്ളത് വന്നപ്പോൾ സീതയെ കൊണ്ട് ഉപേക്ഷിക്കാൻ ലക്ഷ്മണനോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. ലക്ഷ്മണന് നിവൃത്തിയില്ലാണ്ട് ഈ രാമൻ എന്നുള്ള രാജാവ് ലക്ഷ്മണൻ എന്നുള്ള പ്രജയോട് കൽപ്പിക്കണു എന്നാണ് പറഞ്ഞത്. പിന്നെന്തായി? ഒരു നിവൃത്തിയില്ലാണ്ടേ. അത് കഴിഞ്ഞപ്പോൾ കാട്ടിൽ കൊണ്ടുപേക്ഷിച്ചു. എന്നാൽ ഗർഭിണിയായ ആ സീതാദേവിയെ വാൽമീകി മഹർഷിയാണ് ആശ്രമത്തിലേക്ക് സ്വീകരിച്ചത്. ആ ദേവി താമസില്ലാണ്ട് 2 പുത്രന്മാർക്ക് ജന്മം നൽകിയിട്ടുണ്ട്. ഒരു സന്ദർഭത്തിൽ ഈ ശ്രീരാമ മഹാപ്രഭുവിന് പോലും നമ്മളൊക്കെ വിചാരിക്കും സീതയെ കാട്ടിലാക്കിയിട്ട് രാമൻ സുഖമായിട്ട് രാജ്യത്ത് വാണു എന്നുള്ളത്. അങ്ങനെയല്ല ഉണ്ടായത്. എങ്ങനെയാണോ തൻ്റെ ധർമ്മപത്നിയായ സീത വാൽമീകിയുടെ മഹർഷിയുടെ ആശ്രമത്തിൽ ജീവിച്ചതുപോലെ നിലത്താണ് രാമൻ അയോധ്യയിൽ കിടന്നുറങ്ങി, രാജാവായ രാമൻ കിടന്നുറങ്ങിയത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇതൊക്കെയാണ് രാമൻ്റെ ആ ധർമ്മം എന്നുള്ളത്. ആ രാമൻ അന്ന് ആഗ്രഹിച്ചു സീതയെ ഒപ്പം കൂട്ടാം എന്നുള്ളത്. ഒരു സന്ദർഭത്തിൽ അത് മനസ്സിലാക്കിയ സീതാദേവിക്ക് തോന്നി, ഇന്ന് ഒരു അലക്കുകാരൻ പറഞ്ഞിട്ടാണ് ഇദ്ദേഹം തന്നെ ഉപേക്ഷിച്ചത് എങ്കിൽ നാളെ ഒരു കുതിരക്കാരൻ പറഞ്ഞാൽ ധർമ്മം എന്ന് വന്നു കഴിഞ്ഞാൽ ഈ രാമൻ ഉപേക്ഷിക്കും. നല്ലതെന്താ? ആ പുത്രന്മാരെ മഹർഷിയെ ഏൽപ്പിച്ചിട്ടുണ്ട്. എന്നതിന് ശേഷം അമ്മേ എന്നങ്ങോട്ട് വിളിച്ചു. ഭൂമി 2 പിളർന്നു. ആ പിളർപ്പിലേക്ക് ദേവി തൻ്റെ പാഞ്ചഭൗതിക ശരീരം അന്ന് ഉപേക്ഷിച്ചിട്ടുണ്ട്. ആ പാഞ്ചഭൗതിക ശരീരം ഉപേക്ഷിക്കുമ്പോൾ പോലും ഇതെല്ലാം തന്നെ രാമായണം എന്ന് പറയുന്നത് ഓരോ സന്ദർഭങ്ങളിലും നമ്മൾക്ക് തരുന്ന സന്ദേശങ്ങളാണ്. എന്താ വേണ്ടത്? പാഞ്ചഭൗതിക ശരീരം ഉപേക്ഷിക്കുമ്പോൾ എന്ത് ചിന്തിക്കണം, എങ്ങനെ ചിന്തിക്കണം, എന്തിനെ ചിന്തിക്കണം എന്നുള്ള സീതാദേവി കാണിച്ചു തരുന്നുണ്ട്. ധ്യായന്തി രാമചരണോ വിവരം പ്രവിവേശ. ശ്രീരാമന്റെ തൃപ്പാദങ്ങൾ മാത്രം സ്മരിച്ചുകൊണ്ട് ആ ദേവി അന്ന് രാമന്റെ ലോകത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഇത്ര ആയി കഴിയുമ്പോഴേക്ക് എന്തായി? രാമായണം ഇതായി. എന്നാലോ രാമൻ ദുഃഖിച്ചിട്ടുണ്ട് എന്നെല്ലാം കാണാം. ലവകുശന്മാരെ ആണ് പിന്നീട് ആ രാജ്യഭരണം എല്ലാം. എന്നാലോ ഇദ്ദേഹമാകട്ടെ ധർമ്മത്തിന് മാത്രം ഊന്നൽ നൽകിക്കൊണ്ടാണ് രാജ്യം ഭരിച്ചത്. അതുകൊണ്ട് തന്നെ എന്തുണ്ട്? രാമരാജ്യം എന്ന് വരുമ്പോൾ നമ്മൾക്കെല്ലാവർക്കും എന്തെന്നില്ലാത്ത ഒരു തോന്നലുണ്ട് അല്ലേ? സംശയിക്കാനൊന്നുമില്ല. എത്ര യുഗാബ്ദങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് എന്നതിന് ശേഷം രാമൻ എന്നങ്ങോട്ട് പറയുമ്പോൾ നമ്മുടെയൊക്കെ ഹൃദയത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിന്ന് തലമുറകൾ കഴിഞ്ഞിട്ടാണെങ്കിലും ഒരു തോന്നല് ഉണ്ടാവുന്നുണ്ട്. അതിനെന്താ കാരണം? വേറൊന്നുമില്ല. എല്ലാവരെയും സ്നേഹിച്ചുകൊണ്ട് അതാണ് ഞാൻ പറഞ്ഞ നേരത്തെ ത്യാജിത ശ്രീരാമനായി എന്ന് പറഞ്ഞ് കൊടുത്തുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ആ ധർമ്മത്തിന് ഊന്നൽ കൊടുത്ത് രാജ്യം ഭരിച്ചത്. നമ്മുടെ എല്ലാം ഹൃദയം രാമായണാവണം.
എന്താ രാമായണം? രാമായണം എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ 24,000 ഗ്രന്ഥങ്ങളുള്ളതെന്ന്. നമ്മുടെ ഹൃദയം രാമായണമാവണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാമൻ എന്താ ചെയ്തത്? സരയൂമഗ്ന നിശേഷ ഭൃത്യൈ സാകം നാഗം പ്രയാത. തൻ്റെതായ ആൾക്കാരെ മുഴുവനും രാമൻ തൻ്റെ ധാമത്തിലേക്ക് അന്ന് കൊണ്ടുപോയിട്ടുണ്ട്. ആ ശ്രീകൃഷ്ണ ഭഗവാൻ ഭാഗവതത്തിലേക്ക് മറഞ്ഞിരുന്നത് പോലെ, ഭാഗവതത്തിൽ പ്രകാശിക്കുന്നത് പോലെ രാമൻ രാമായണത്തിൽ പ്രകാശിക്കണു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഹൃദയം രാമായണാവുമ്പോൾ നമ്മുടെ ഹൃദയത്തിലാണ് രാമൻ പ്രകാശിക്കേണ്ടത്, പ്രകാശിക്കുന്നത്. രാമൻ ഹൃദയത്തിൽ പ്രകാശിക്കണം. അതുകൊണ്ടാണ് രാമായണം, ഹൃദയം രാമായണമാവണം എന്ന് പറഞ്ഞത്. അതായത് രാമായണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാമനിലേക്കുള്ള അയനം, യാത്ര. നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയം രാമനിലേക്കുള്ള യാത്രയാവണം. എന്നാലോ സംശയിക്കാനില്ല, എവിടെയാണ് രാവണാദികളുള്ളത്? നമ്മുടെ ഹൃദയത്തിലാണ് രാവണ കുംഭകർണന്മാരുള്ളത്. രാവണൻ എന്ന് പറഞ്ഞാൽ കരയിപ്പിക്കുന്നവൻ, ദുഃഖിപ്പിക്കുന്നവൻ. നമ്മുടെ ഹൃദയത്തിൽ നമുക്കുള്ളത് എന്താ? എപ്പോഴും കണ്ണീരന്നെയല്ലേ. ഒന്നല്ലെങ്കിൽ ഒന്ന്, അല്ലെങ്കിൽ വേറൊന്ന്, അല്ലെങ്കിൽ മറ്റൊന്ന്. ദുഃഖം, കണ്ണീര്, ഇതന്നെയാണ് ഉള്ളത്. എന്നാലോ ഈ രാമനൻ പ്രകാശിച്ചു കഴിഞ്ഞാൽ സംശയിക്കാനില്ല, രാമൻ എന്ന് പറഞ്ഞാൽ രമിപ്പിക്കുന്നവൻ, ആനന്ദിപ്പിക്കുന്നവൻ, ആനന്ദ സമുദ്രത്തില്. അതാണ് അദ്ദേഹം പറഞ്ഞത്, സരയൂമഗ്ന നിശേഷഭൃത്യ എന്നല്ല, ആനന്ദ സമുദ്രത്തിലാണ് ആ രാമൻ എല്ലാവരെയും അന്ന് കൊണ്ടുപോയിട്ട് അങ്ങോട്ട് ആറാടിച്ചത്. ഇന്നും അത് തന്നെയാണ് നമുക്ക് രാമൻ എന്ന് പറയുമ്പോൾ തോന്നലുണ്ടാവണത്. അങ്ങനെ രാമൻ പ്രകാശിക്കുമ്പോൾ, രാമന്റെ പാദങ്ങൾ മനസ്സിൽ ഇടം പിടിക്കുമ്പോൾ നമ്മുടെ മനസ്സ് ആനന്ദ സമുദ്രത്തിൽ അങ്ങനെ ആറാടും. ഒരച്ഛൻ മക്കളെ സ്നേഹിക്കുന്നത് പോലെ രാമൻ തൻ്റെ രാജ്യത്തിലുള്ള ജനങ്ങളെല്ലാം സ്നേഹിച്ചു, സംരക്ഷിച്ചു, പരിപാലിച്ചു. അതുകൊണ്ട് തന്നെയാണ് രാമരാജ്യം എന്ന് പറയുമ്പോൾ നമ്മൾക്കെല്ലാവർക്കും യുഗങ്ങൾ കഴിഞ്ഞിട്ട്, വർഷങ്ങളല്ല യുഗങ്ങൾ കഴിഞ്ഞിട്ട് പോലും ആ ഒരു സ്നേഹം നമുക്ക് തോന്നണത്. എന്നാൽ ഇനി ആരെ പോലെ ആവണം? അതും നമുക്ക് കാണിച്ചു തരുന്നുണ്ട് രാമായണത്തിലെ ഒരു കഥാപാത്രം. നമ്മളാരും അത്രയും ചിന്തിക്കാത്ത വളരെ ചെറിയ ഒരിത്. കാരണം എന്താ വെച്ചാൽ ഓരോ ആത്മാവും രാമനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ രാമനെ പുത്രനായിട്ട്, അതേപോലെ തന്നെ പിതാവായിട്ട്, ജീവന്റെ പതിയായിട്ട്, നാഥനായിട്ട് ഒക്കെ, രാജാവായിട്ട് ഒക്കെ കണ്ടു. അതിനാൽ ആ സേതു ഹിമാലയം വരെ രാമരാജ്യം ആയി കഴിഞ്ഞിട്ടുണ്ട്. അതന്നെയാണ് പറയുന്നത്, രാമൻ ഒരിക്കലും തന്നെ രാജ്യത്തിന് വേണ്ടി യുദ്ധം ചെയ്തു, രാജ്യത്തിന്റെ വിസ്തൃതി കൂട്ടാൻ യുദ്ധം ചെയ്തു എന്നുള്ളത് നമുക്ക് രാമായണത്തിൽ കാണാൻ സാധിക്കില്ല. എന്നാൽ കിഷ്കിന്ധ രാമരാജ്യമായി, ലങ്ക രാമരാജ്യമായി. പക്ഷെ എന്തുണ്ട്? വിഭീഷണ ലങ്ക രാജാവാക്കി, സുഗ്രീവനെ കിഷ്കിന്ധ രാജാവാക്കി. എന്നാലോ അവരെല്ലാവരും തങ്ങളുടെ രാജാവ് രാമനാണ് എന്ന് ജനങ്ങൾ അംഗീകരിച്ചു. അതാണ് രാമന്റെ വ്യക്തിത്വം, അതാണ് രാമന്റെ ധർമ്മത്തിലൂന്നിയുള്ള ആ ജീവിതം എന്നുള്ളത്. നമ്മൾ മലയാളികളൊക്കെ ഒരു ചൊല്ലുണ്ട്, എന്താ അണ്ണാറക്കണ്ണനും തന്നാലായത് എന്നുള്ളത്. രാമായണത്തിലെ നമ്മളെവിടെയും കാണാത്ത ഒരു ഇതാണ്. ആ മലയാളികൾ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്, രാമന് സേതു ബന്ധിക്കാൻ അണ്ണാറക്കണ്ണൻ സഹായിച്ചത്, അല്ലേ? അത് വിസ്തരിക്കേണ്ട കാര്യമില്ല. എന്നിട്ട് രാമൻ എന്താ ആ ചെറിയ ജീവിയോട് ചെയ്തത്? എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ ജീവിയോടുള്ള കാഴ്ചപ്പാട്? നീ ഇല്ല എങ്കിൽ എൻ്റെ സേതുബന്ധം സാധ്യമാകില്ല കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ടാണ് രാമൻ അന്ന് തലോടിയത്. ആ തലോടല് അങ്ങനെ ആവണം. നമുക്ക് പ്രകൃതിയിൽ നിന്ന് പഠിക്കാനുള്ളത് എന്താ? ഭാഗവത്തിൽ കാണാം 24 ഗുരുക്കന്മാര്. എൻ്റെ അഭിപ്രായത്തിൽ 24 എന്നല്ല, എത്രയോ ഗുരുക്കന്മാരുണ്ട്. അങ്ങനെ ആവണം, അങ്ങനെ ആവരുത് എന്ന് നമ്മളെ പഠിപ്പിക്കുന്നവര്. അണ്ണാറക്കണ്ണനെ പോലെ ആവണം എന്ന് തന്നെയാണ് പഠിക്കാനുള്ളത്. എന്താണെങ്കിൽ ആരോട്? രാമനോട്. എന്തും തന്നെ കൊണ്ടാവുന്നത് പോലെ മറ്റുള്ളവർക്ക് സഹായം ചെയ്യാൻ, എല്ലാം രാമന് വേണ്ടി സമർപ്പിക്കാൻ ആവണം. എന്നാലോ സംശയിക്കാനില്ല, ആ തലോടല്, ഗുരുവായൂരപ്പൻ്റെ ആ തലോടല്, ശ്രീരാമ മഹാപ്രഭുവിൻ്റെ ആ തലോടല് നമ്മൾക്ക് ഏവർക്കും തന്നെ അനുഭവിക്കാനുള്ള ആ ഭാഗ്യം ഉണ്ടാവും. മാത്രമല്ല ആ ഗുരുവായൂരപ്പൻ്റെ, ഉണ്ണിയായ ഭഗവാന്റെ, ആ രാമൻ്റെ വിരല് പതിഞ്ഞ അടയാളം നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ
സംശയിക്കാണ്ടിയും ഉണ്ട് എന്നുള്ള കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം. ഇല്ലെങ്കിലോ ഗുരുവായൂരപ്പൻ്റെ അമ്പലത്തിൽ 4 മണിക്കൂറൊന്നും ക്യൂ നിൽക്കേണ്ടി വരില്ല. 1500 രൂപ എടുത്തിട്ട് നെയ്വിളക്ക് ചിട്ടാക്കി എളുപ്പത്തിൽ തൊഴുകാനും ആൾക്കാർ മെനക്കെടില്ല. ഇല്ല. കാരണം നമ്മുടെ മുഴുവനും ഹൃദയത്തിൽ ആ ഭഗവാന്റെ തലോടല്, ഉണ്ണിയായ ആ ഗുരുവായൂരപ്പൻ്റെ പിഞ്ചുപാദങ്ങൾ പതിഞ്ഞതിൻ്റെ കഥകൾ നമ്മൾക്കേവർക്കും പറയാനുണ്ടാവും. ഇതാണ് ആ അണ്ണാറക്കണ്ണനും പഠിപ്പിക്കുന്നത്, ആ തലോടല് എന്നുള്ളത്. നമുക്കറിയില്ല ഇനി എത്ര ജന്മം വേണ്ടി വരും, ഏതൊക്കെ പരിസ്ഥിതിയിൽ, എങ്ങനെയൊക്കെ എന്നുള്ളത്. അതൊക്കെ ഗുരുവായൂരപ്പനും ആ ശ്രീരാമ മഹാപ്രഭുവായി അവതരിച്ച ഗുരുവായൂരപ്പൻ തീരുമാനിക്കട്ടെ. പക്ഷേ ഒന്ന് മാത്രം, ഏത് പരിസ്ഥിതിയിലായാലും മഹാപ്രഭു അങ്ങയുടെ പാദാരവിന്ദങ്ങൾ ആ മനസ്സിൽ തെളിഞ്ഞു കാണാൻ, ആ തലോടല് തലമുറകളായിട്ട് അനുഭവിക്കാൻ അനുഗ്രഹിക്കണമേ. അങ്ങനെ ആ സീതാരാമന്മാർ നമ്മുടെ മനസ്സിൽ രാമനാമം നമ്മ ഓരോരുത്തരുടെയും ചുണ്ടിലും പ്രകാശിക്കട്ടെ.